Hello everyone, Dr. Manjula here. ഇന്ന് നമ്മൾ നഴ്സിംഗ് എഡ്യൂക്കേഷൻ്റെ ഫുൾ സിലബസിൻ്റെ ഒരു ക്വിക്ക് റീക്യാപ്പാണ് നോക്കുന്നത്. അപ്പോൾ നഴ്സിംഗ് എഡ്യൂക്കേഷൻ്റെ കംപ്ലീറ്റ് സിലബസ് വളരെ ഷോർട്ടായിട്ട് ക്യാപ്സ്യൂൾ പരുവത്തിലാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. നോക്കാം. ആദ്യം തന്നെ കുറച്ച് ടെർമിനോളജീസ് ചോദിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ. ഒന്ന് പെഡഗോഗി എന്ന് പറയുന്ന ഒരു ടേമാണ്. പെഡഗോഗി എന്ന് പറഞ്ഞാൽ എന്താണ്? പെഡഗോഗി എന്ന് പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കലാണ്, ടീച്ചിങ് ദ ചിൽഡ്രൻ. അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അഡൾട്ട്സിനെ പഠിപ്പിക്കുന്നതിനെയാണ് ആൻഡ്രഗോഗി എന്ന് പറയുന്നത്. പിന്നെ ഈ ബ്ലൂംസ് ടാക്സോണമി ഉണ്ട്. അത് ബ്ലൂംസ് ടാക്സോണമി നമ്മൾ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എഴുതാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെർമിനോളജിയാണ് അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത്. സോ വി ആർ ജസ്റ്റ് റൈറ്റിംഗ് ദ ഹൈറാർക്കി ഓഫ് ലേണിംഗ് ഒബ്ജക്ട്സ് ഓർ ഇറ്റ് ഷോസ് ദ ഹൈറാർക്കി ഓഫ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. ഇതെന്താണെന്ന് നമുക്ക് പിന്നെ നോക്കാം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബ്ലൂംസ് ടാക്സോണമി. അത് കഴിഞ്ഞാൽ കരിക്കുലം എന്ന് പറഞ്ഞാൽ എന്താ? whatever is taught in a particular course, the content that is taught in a particular course. അതിനകത്ത് നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സും അല്ലാത്ത നമ്മുടെ എക്സ്പീരിയൻസസും എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് കരിക്കുലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സിലബസ് പ്രകാരമുള്ള പഠിത്തം മാത്രമല്ല കരിക്കുലത്തിനകത്ത് വരുന്നത്. നമ്മുടെ ഫീൽഡ് വിസിറ്റ്, ഒബ്സർവേഷൻ വിസിറ്റ്, നമ്മുടെ പ്രോജക്ട്സ് എല്ലാം ചേർന്നിട്ട് വരുന്ന ലേണിംഗ് എക്സ്പീരിയൻസിനെയാണ് കരിക്കുലം എന്ന് പറയുന്നത്. കരിക്കുലത്തിനെ പറ്റി നമ്മൾ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അടുത്തത് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ്. എങ്ങനെയാണ് നമ്മൾ ഈ കരിക്കുലം ഡെലിവറി ചെയ്യാൻ എന്തൊക്കെ ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതാണ് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ്. ഇതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ലേണിംഗ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ചില കുട്ടികൾ ഇപ്പം ഈ യൂട്യൂബ് കേട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്, ഓഡിറ്ററി ലേണേഴ്സാണ്. ചില ആൾക്കാർക്ക് നോട്ട്സ് വേണം, വായിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ളവരെയാണ് വിഷ്വൽ ലേണേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയും കൂടെ ഞാൻ ഇതിനകത്ത് കൺസിഡർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ നോട്ട്സ്, കൺസൈസ് ആയിട്ടുള്ള നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അതിനകത്ത് ലേണിംഗ് മെറ്റീരിയൽ എല്ലാം ഷെയർ ചെയ്യുന്നതാണ്. സോ യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദാറ്റ്. ഈ വിഷ്വൽ ലേണേഴ്സിനെ പ്രത്യേകം കൺസിഡർ ചെയ്തുകൊണ്ടാണ് അത്. ദെൻ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ പെർഫോമൻസ് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നതാണ്. ഫോർമേറ്റീവും ഉണ്ട്, സമ്മേറ്റീവും ഉണ്ട്. ഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവെല്ലിൽ നമ്മൾ നോക്കും ഈ കൊച്ച് പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഒരു യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ കൊടുക്കുന്നു, മിഡ് ടേം എക്സാമിനേഷൻ വയ്ക്കുന്നു, അങ്ങനെയൊക്കെ. സമ്മേറ്റീവ് എന്ന് പറഞ്ഞാൽ അറ്റ് ദി എൻഡ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷനാണ്, ഫൈനൽ എക്സാം. അല്ലെങ്കിൽ എക്സാം മാത്രമല്ല കേട്ടോ, ഇവാലുവേഷനാണ്. എക്സാമിനേഷൻ മാത്രമല്ല ഇവാലുവേഷൻ എന്ന് പറയുന്നത്, എല്ലാം ഇൻക്ലൂസീവായിട്ടാണ് ഇവാലുവേഷൻ നടക്കുക. സോ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇതാണ്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മേറ്റീവ് അസസ്മെൻറ്റ് ഇയർ എൻഡിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ഇൻ്റർവെൽസിൽ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഇസ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് കൊടുക്കുമല്ലോ, കൺസ്ട്രക്റ്റീവായിട്ട് നമ്മൾ ഈ ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതിനെയാണ്, റെസ്പോൺസസ് കൊടുക്കുന്നതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അടുത്ത ലൈഫ് ലോങ് ലേണിംഗ് അറിയാലോ, ജീവിതാവസാനം വരെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. പഠിത്തം മതിയാക്കിയിടാം, പ്രാണൻ മേനി വിടുന്ന നാൾ, അതാണ് ലൈഫ് ലോങ് ലേണിംഗ്. ദെൻ എവിഡൻസ് ബേസ്ഡ് റിസർച്ചിൽ നമ്മൾ പറഞ്ഞായിരുന്നു എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്നുള്ളത്. എവിഡൻസ് ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. ഇറ്റ് ഈസ് ടീച്ചിങ് ബേസ്ഡ് ഓൺ റിസർച്ച് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ്. അപ്പോൾ പലരും ചെയ്തു വെച്ചിട്ടുള്ള റിസർച്ചിൽ നിന്ന് നമുക്ക് ഏറ്റവും നല്ല മെത്തഡോളജീസ് ഏതാണെന്ന് നമുക്കറിയാം പഠിപ്പിക്കാനായിട്ടുള്ളത്. അതിനെ എടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് എവിഡൻസ് ബേസ്ഡ് എഡ്യൂക്കേഷൻ. അടുത്തത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഡ്രൈവ് ഉണ്ടല്ലോ, ടു എൻഗേജ് ഇൻ ലേണിംഗ്, ദറ്റ് ഈസ് കോൾഡ് മോട്ടിവേഷൻ. Then critical thinking is analyzing a situation logically and independently and making decisions about it. That is critical thinking. Active learning ആണെങ്കിലോ അത് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആണ്, ആൻഡ് ഇറ്റ്സ് എ പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ക്വിസ് തന്നു, എന്നിട്ട് ഞാൻ പറയുന്നു നിങ്ങൾ അതിൻ്റെ ഉത്തരം പറയൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ ഞാനത് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ആക്റ്റീവ് ലേണിംഗ്. ദെൻ കംസ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അണ്ണാമല യൂണിവേഴ്സിറ്റി, കുറേ യൂണിവേഴ്സിറ്റീസ്, ഇഗ്നോ, ഇതൊക്കെ ഭയങ്കരമായിട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നടത്തുന്ന ഏജൻസീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. നമുക്ക് നമ്മുടെ ജോലി കോംപ്രമൈസ് ചെയ്യാതെ നമുക്കിരുന്ന് ഓൺലൈനിൽ കോഴ്സസ് അറ്റൻഡ് ചെയ്യാം, പഠിക്കാം, എക്സാം എഴുതാം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ലേണേഴ്സ്, ചിലർ സ്ലോ ലേണേഴ്സ് ഉണ്ടാവും, ചിലരെ വിഷ്വൽ ലേണേഴ്സ് ഉണ്ടാവും, ഓഡിറ്ററി ലേണേഴ്സ് ഉണ്ടാവും, ഭയങ്കര ജീനിയസ്മാരുണ്ടാവും. അങ്ങനെ പല തരത്തിലുള്ള ലേണേഴ്സ് ഉണ്ടാവും. എല്ലാവരെയും കൂടി ചേർത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നതിനെയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്,
ബ്ലൂംസ് ടാക്സോണമി. പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ബ്ലൂംസ് ടാക്സോണമി എന്ന് പറഞ്ഞാൽ നമ്മൾ ലേണിംഗ് ഒബ്ജക്റ്റീവ് എഴുതുന്നതാണ്. ഓക്കെ, ദ വേ ഹൗ യു ആർ റൈറ്റിംഗ് ഡൗൺ ദ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദാറ്റ് പഠനം വാട്ട് ആർ യു ട്രൈങ് ടു അച്ചീവ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് 3 ഡൊമെയിനിലായിട്ടാണ് നമ്മുടെ ബ്ലൂംസ് ടാക്സോണമി പറഞ്ഞിട്ടുള്ളത്. ഒന്ന് കൊഗ്നിറ്റീവ് ഡൊമെയിൻ. കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവരം, നമുക്ക് കിട്ടുന്ന നോളജ്, ഓക്കെ, നോളജിനെ ബേസ് ചെയ്തുകൊണ്ട്. രണ്ടാമത്തത് അഫക്റ്റീവ് ഡൊമെയിൻ. അഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസിനെ ബാധിക്കുന്നതാണത്. അഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ദ വാല്യൂ സിസ്റ്റം, അവർ ഇമോഷൻസ്, അതാണ് രണ്ടാമത്തെ ഡൊമെയിൻ. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ സൈക്കോ മോട്ടോർ എന്ന് പറഞ്ഞാൽ നമ്മളെ കൈകൊണ്ട് ചെയ്യുന്ന നമ്മുടെ സ്കില്ല്. അങ്ങനെ 3 ഡൊമെയിൻസിലായിട്ടാണ് നമ്മുടെ ബ്ലൂംസ് ടാക്സോണമി എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെ നിർത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ കോഗ്നിറ്റീവ് ഡൊമെയിൻ്റെ നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഡൊമെയിനെ പറ്റി നോക്കാം. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, നോളജ് ഈ കൊഗ്നിറ്റീവ് ഡൊമെയിനിൽ ഒബ്ജക്റ്റീവ്സ് മെഷർ ചെയ്യുന്നത് എന്തിനെയാണ് എന്ന് ചോദിക്കാം. ഓക്കെ, അത് നോളജിനെയാണ് മെഷർ ചെയ്യുന്നത്. ആൻഡ് എങ്ങനെയത് മെൻ്റൽ സ്കിൽസും നോളജ് അക്വിസിഷനുമാണ് ഇവിടെ ഫോക്കസ് കൊടുക്കുന്നത്. ഇത് ഏതൊക്കെ ലെവലിലാണ്? അപ്പോൾ ഈ കോഗ്നിറ്റീവ് ഡൊമെയിനിൽ നമ്മൾ നോളജ് അക്വയർ ചെയ്യുന്നത് പല ലെവലുകളിലായിട്ടാണ്. ഒരൊറ്റ പ്രാവശ്യമായിട്ട് നിങ്ങളെല്ലാം തലയ്ക്കകത്ത് കയറ്റുകയല്ല ചെയ്യുന്നത്. ദർ ഇസ് എ സ്റ്റേജ്. ഓക്കെ, ആ ലെവലാണ് ഇവിടെ പറയുന്നത്. ആദ്യം എന്താണ്? യു വിൽ റിമെമ്പർ, അല്ലേ? യു വിൽ റിമെമ്പർ. ദറ്റ് ഈസ് റിമെമ്പറിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം കേട്ടു, മനസ്സിലാക്കി, എന്നിട്ട് പിന്നെ അത് നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ റിമെമ്പർ ചെയ്യുന്നു എന്നാണ്. ഇപ്പം നിങ്ങൾ ഈ ക്ലാസ് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇഫ് യു ആർ ട്രൈയിങ് ടു ബ്രിങ് ഇറ്റ് ബാക്ക് ടു യുവർ കോൺഷ്യസ് ലെവൽ, ആർ യു ഏബിൾ ടു ഡു ദാറ്റ്? അതാണ് റീകോളിംഗ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് പഠിച്ചത് നന്നായി റിമെമ്പർ ചെയ്യാൻ പറ്റുന്നതാണ്, യു വിൽ ബി ഏബിൾ ടു റീകോൾ ഇറ്റ് ഓൾസോ. അടുത്തത് അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് മനസ്സിലാവാതെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, അല്ലേ? സോ എക്സ്പ്ലെയിനിങ് ദി ഐഡിയാസ്. ഇപ്പം നിങ്ങളൊരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കത് മനസ്സിലായി എന്നാണ്. പിന്നെ അടുത്തെന്താ? ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കിട്ടിയ വിവരം പുതിയൊരു സാഹചര്യത്തിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടോ എന്നാണ്. ദെൻ കംസ് അനാലിസിസ്. അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാമെങ്കിൽ, ഒരു കോൺസെപ്റ്റ് അറിയാമെങ്കിൽ അതിനെ നമ്മൾ പീസാക്കി യു ആർ ഏബിൾ ടു ബ്രേക്ക് ഇറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് പീസസ്, ഇൻഫർമേഷൻ ഇൻ ടു ഡിഫറെൻറ്റ് പീസസ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് അനാലിസിസ്. ഇതൊക്കെ നമ്മൾ ഡേ ടു ഡേ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അനലൈസ് ചെയ്ത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ അതിൽ വില എഴുതി വെച്ചിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യും. ഇപ്പം ഡവിൻ്റെ ഷാമ്പു മേടിക്കാൻ പോകുന്നു, സാഷയിലും ഉണ്ട്, വലിയ കണ്ടെയ്നറിലും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ലാഭം എന്നുള്ളത് നമ്മൾ നോക്കി അല്ലെ അനലൈസ് ചെയ്തല്ലേ എടുക്കുന്നത്. നിങ്ങൾക്ക് പറയാമോ ഏതാണ് ലാഭം? വലിയ കണ്ടെയ്നർ മേടിക്കുന്നതാണോ സാഷയാണോ ലാഭം ഷാമ്പൂൻ്റെത്? ഐഡിയ ഉണ്ടോ? സാഷേസ് ആർ മച്ച് മോർ ചീപ്പർ. അതിനകത്താണ് ക്വാണ്ടിറ്റി കൂടുതൽ റാദർ ദാൻ ബൈങ് ദ ബിഗ് ടിൻസ്. സംശയം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ഓരോ ക്വാണ്ടിറ്റി പെർ യൂണിറ്റിൻ്റെ വില അതിൽ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ യു ക്യാൻ കമ്പയർ ഇറ്റ് വെരി ഈസിലി. ഫൈൻ. സോ അനാലിസിസ് എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ കാര്യങ്ങൾ, വലിയൊരു കാര്യത്തെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിനെ അനലൈസ് ചെയ്യുന്നതാണ്. അടുത്തത് ഇവാലുവേറ്റ്. ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസിഷനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുക. ഓക്കെ, ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ളത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവാലുവേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 2-3 സ്ഥലത്ത് ജോലി കിട്ടിയെന്ന് വെച്ചോ. നിങ്ങൾക്ക് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി, 2 സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലിയും കിട്ടി. അപ്പം സെൻട്രൽ ഗവൺമെൻറ് ഡെഫിനറ്റ്ലി സാലറി കൂടുതലാണ്, പെർക്സ് കൂടുതലാണ്, പ്രൊമോഷൻ റേറ്റ് സാഹചര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അനലൈസ് ചെയ്യുക, അല്ലേ? നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും, ഞാൻ ഏത് ജോലിയിൽ കയറിയാലാണ് ഞാൻ പെൻഷൻ ആകുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ പൊസിഷനോ അല്ലെങ്കിൽ സാലറിയോ എനിക്ക് ഫെച്ച് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചിന്തിച്ചിട്ടായിരിക്കും നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുക. അതാണ് ഇവാലുവേറ്റ് എന്ന് പറയുന്നത്. ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുതുതായിട്ടൊരു സാധനം ഉണ്ടാക്കുക. അപ്പം നമുക്ക് അത്രയും വിവരവും ഒരു സാധനത്തിനെ പറ്റി അത്രയും വിവരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയതൊന്ന് ആ ഉള്ള നോളജിൽ നിന്ന് പുതിയതൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദ ഹയസ്റ്റ് ലെവൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക. കൊഗ്നിറ്റീവ് ഡൊമെയിനിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലെവൽ ഇൻ കൊഗ്നിറ്റീവ് ഡൊമെയിൻ? ക്രിയേറ്റ് എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ ക്രിയേറ്റ് ഇൻ ദ
കൊഗ്നേറ്റീവ് ഡൊമെയിൻ ഓഫ് ബ്ലൂംസ് ടാക്സോണമി. അങ്ങനെ ചോദിക്കാം. ക്രിയേറ്റ് എന്ന് പറയുമ്പോൾ പുതുതായിട്ടൊരു നമുക്കുള്ള നോളജിനെല്ലാം അപ്ലൈ ചെയ്ത് പുതുതായിട്ടൊന്ന് സൃഷ്ടിക്കുന്നു. അങ്ങനെയാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ വരിക ഈ ബ്ലൂംസ് ടാക്സോണമിയിൽ. അടുത്ത ലെവൽ എന്താ? അടുത്ത ഡൊമെയിൻ എന്താ? അഫക്റ്റീവ് ഡൊമെയിൻ. അഫക്റ്റീവ് ഡൊമെയിൻ എന്ന് പറയുന്നത് ഇമോഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ വാല്യൂസ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ്, ഇതൊക്കെ നമ്മുടെ ഇമോഷൻസ് ഒക്കെ അഫക്റ്റീവ് ഡൊമെയിനിലാണ് വരുന്നത്. അതിൻ്റെ ലെവൽസ് എന്തൊക്കെയാണ്? റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസിങ്, ക്യാരക്ടറൈസിങ്. ആദ്യത്തത് റിസീവിങ്. റിസീവിങ് എന്ന് പറഞ്ഞാൽ യു ആർ ബീങ് അവെയർ. ഇപ്പം നമ്മളൊരു യൂട്യൂബിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നു. എങ്ങനെ ഇത് കാണുന്നു? യു ബിക്കെയിം അവെയർ. ഐദർ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്തോ ഇതിനെപ്പറ്റി അവെയർ ആകുന്നു അല്ലേ? സോ യു കം ആൻഡ് സീ ദിസ്. സോ ദാറ്റ് ഈസ് ദ സ്റ്റേജ് ഓഫ് റിസീവിങ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടോ യു റെസ്പോണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് നോട്ട്സ് വേണമെങ്കിൽ ഒരു വാട്സപ്പ് ചാറ്റ് ഗ്രൂപ്പാണ് നമുക്ക്. അതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എല്ലാ നോട്ട്സും കൺസൈസ് ആയിട്ടുള്ള, നിങ്ങൾക്ക് 10 മിനിറ്റ് 15 മിനിറ്റിനകത്ത് ഒരു സബ്ജക്റ്റിൻ്റെ ഫുൾ സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ കൺസൈസ് ആയിട്ടുള്ള നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായി? പലരും കമൻറ്റ് ചെയ്തു നോട്ട്സ് വേണം എന്ന്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് റെസ്പോണ്ടിങ് ഓർ യു ആർ പാർട്ടിസിപ്പേറ്റിംഗ് ആക്റ്റീവ്ലി. കാരണം നിങ്ങൾക്ക് തോന്നി അത് ആവശ്യമാണ്, നിങ്ങളുടെ ഇമോഷൻസ് ആയിട്ട് കണക്റ്റഡ് ആണ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും പേടിയാണ്, ഏതാനും ദിവസങ്ങളിൽ ഒരുപാട് കവർ ചെയ്യാൻ കിടക്കുന്നു, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ആ ഒരു പേടിയിൽ നിന്നാണ് നിങ്ങൾ അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് എന്താണ്? വാല്യൂയിങ്. So those who are coming and seeing or listening to this video, you feel that this is adding value to your current situation അല്ലേ? എന്തൊക്കെയോ പുതുതായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നു, അതല്ലെങ്കിൽ എന്തൊക്കെയോ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് സംതിങ് ദർ ഇസ് വർത്ത് ഇൻ ദിസ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ പിന്നെയും തിരിച്ചു വരുന്നത്. അപ്പോൾ അതാണ് വാല്യൂയിങ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഒരു എഫേർട്ട് ഉണ്ട്. ആസ് എ ടീച്ചർ ഐ ഹാവ് എ പർട്ടിക്കുലർ കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് മൈ സ്റ്റുഡൻസ്. അപ്പോൾ അവർ പറയുന്ന അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്നു, എനിക്ക് ഇന്ന ടോപ്പിക്സ് എനിക്ക് വേണം, അല്ലെങ്കിൽ ഇന്ന സബ്ജക്റ്റ് ഒന്ന് കവർ ചെയ്യോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനത്തെ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് ഇന്നത്തെ ഈ വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നത്. ഇന്നലെ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. സോ ദ ഹോൾ നൈറ്റ്, ഓവർ നൈറ്റ് ആൻഡ് ഇന്ന് ഇത്രയും സമയം ഞാൻ ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ അവിടെ ഒരു എഫേർട്ട് ഉണ്ട്. അതിനെ വാല്യൂ ചെയ്യുന്ന ആൾക്കാർ ഈ വീഡിയോന് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ അതാണ് വാല്യൂയിങ് എന്ന് പറയുന്നത്. ബിക്കോസ് യു സീ എ വർത്ത് ഇൻ ദ എഫേർട്ട് ദാറ്റ് ഹാസ് ബീൻ പുട്ട്. അടുത്ത ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാല്യൂസ് നമ്മുടെ സിസ്റ്റത്തിൽ, അത് നമ്മുടെ സിസ്റ്റമായിട്ട് മാറും. അവസാനം കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിനെ വാല്യൂ ചെയ്യുമ്പോൾ ദാറ്റ് ബിക്കംസ് പാർട്ട് ഓഫ് അവർ ലൈഫ്. ഇങ്ങനെ. അപ്പോൾ അതാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഇൻറ്റഗ്രേറ്റിംഗ് ദി വാല്യൂസ് ഇൻ ടു അവർ ഓൺ ലൈഫ്സ്. ആൻഡ് അത് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ എന്തായി? നമ്മുടെ ക്യാരക്ടറായിട്ട് അത് മാറിക്കഴിയും. ഓക്കെ, സോ യു സ്റ്റാർട്ട് എവറിത്തിങ്, യു സ്റ്റാർട്ട് ഡൂയിങ് കൺസിഡറിങ് ദോസ് വാല്യൂസ്. സോ ഇതാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ എല്ലാ ലെവൽസും നമ്മുടെ ഇമോഷൻസിനെയാണ് ടച്ച് ചെയ്യുന്നത് അല്ലേ? റിസീവിങ് കിട്ടുന്നു, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ലേ, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, പിന്നെ ഇതിനെ നമ്മൾ നന്നായി വാല്യൂ ചെയ്യുന്നു, അതിനൊരു വർത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു, അതിന് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ അതങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പോകുന്നു, ഫൈനലി അതിൻ്റെ സ്വഭാവമായി മാറുന്നു, ക്യാരക്ടറൈസേഷൻ. സോ ദ ഹയസ്റ്റ് ലെവൽ ഓഫ് എഫക്റ്റീവ് ഡൊമെയിൻ ഈസ് ക്യാരക്ടറൈസേഷൻ. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഹയസ്റ്റ് ലെവൽ ഓഫ് affective domain is characterization എന്ന് വെച്ചാൽ ക്യാരക്ടർ ഫോർമേഷൻ. അത്ര. അടുത്ത മൂന്നാമത്തെ ഡൊമെയിൻ എന്താ? സൈക്കോമോട്ടർ എന്ന് വെച്ചാൽ സ്കിൽ ബേസ്. നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യുന്നു. നമ്മൾ ലാബിൽ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സ് അല്ലെ പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യത്തില്ലേ, അത് തന്നെയാണ് സൈക്കോമോട്ടർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നത്? നമ്മുടെ ഫിസിക്കൽ മൂവ്മെന്റ്, കോർഡിനേഷൻ സ്കിൽസ്, ഇഞ്ചക്ഷൻ കൊടുക്കാൻ പ്രോപ്പറായിട്ട് പറ്റുന്നു, അല്ലെങ്കിൽ കൈ വിറയ്ക്കുന്നു, ഇത് വെയിനിലോട്ടാണോ പോകുന്നത് അതോ വേറെ എവിടെയെങ്കിലും ആണോ, ഇതൊക്കെ നമ്മൾ നോക്കുന്നു. അപ്പോൾ അവിടെ കോർഡിനേഷൻ വേണം, മോട്ടോർ സ്കിൽസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇതിൻ്റെ ലെവൽസ് എന്തൊക്കെയാണ്? ആദ്യം പെർസെപ്ഷൻ. ഇപ്പോൾ ടീച്ചർ IV ഇഞ്ചക്ഷൻ കാണിക്കുന്നു, ഡെമോൺസ്ട്രേഷൻ അല്ലേ? ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അതെല്ലാം നോക്കി മനസ്സിലാക്കും. സോ സെൻസറി ക്യൂസ്, യു വിൽ ഗെറ്റ് ദോസ് സെൻസറി ക്യൂസ് ആൻഡ് യു യൂസ് ഇറ്റ് ടു ഗൈഡ് യുവർ ആക്ഷൻ. അപ്പോൾ ടീച്ചർ എങ്ങനെ നിൽക്കുന്നു, എങ്ങനെയാണ് നീഡിൽ സിറിഞ്ചും പിടിക്കുന്നത്, പിസ്റ്റൺ എങ്ങനെ പിടിക്കുന്നു, ബാരൽ എങ്ങനെ പിടിക്കുന്നു, അതൊക്കെ നമ്മൾ നോക്കി കാണും. സോ ദാറ്റ് ഈസ് പെർസെപ്ഷൻ. അത് കഴിഞ്ഞാൽ നമ്മൾ റെഡിയായി, ഫിസിക്കലി മെൻ്റലി ഇമോഷണലി ഒക്കെ റെഡിയായി. ഓക്കെ, ഇനി തരക്കേടില്ല, ഞാൻ കൊടുക്കാനായിട്ട് കുറച്ച് എനിക്ക് ധൈര്യമുണ്ട് എന്നുള്ളതാണ് സെറ്റ്. മൂന്നാമത്തെ സ്റ്റേജ് എന്താണ്? ഗൈഡഡ് റെസ്പോൺസ്. അപ്പോൾ ഇവിടെ നമ്മൾ ടീച്ചറുണ്ട് കൂടെ, ടീച്ചർ ചെയ്തത് നോക്കി നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നു. ഇമിറ്റേറ്റ് ചെയ്തിട്ട് നമ്മൾ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നു, ഫീഡ്ബാക്ക് എടുക്കുന്നു, കറക്റ്റ് ചെയ്യുന്നു. സോ ഇമിറ്റേഷൻ ആൻഡ് ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ഹാപ്പൻസ് ഹിയർ. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താ? മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമ്മൾ IV കൊടുക്കാൻ പഠിച്ചു കഴിഞ്ഞു അല്ലേ?
ആദ്യമൊക്കെ കൈയൊക്കെ വിറച്ചു, ബ്ലഡ് വെസലിന് അകത്തേക്ക് പോകുന്നതിന് പകരം ഒരു സൈഡിൽ കൂടെ കുത്തി അപ്പുറത്തെ സൈഡിൽ കൂടെ വെളിയിലോട്ട് ഇറങ്ങി വന്നു, ബൾജ്, ഇങ്ങനെ എല്ലാം കഴിഞ്ഞു. നമ്മുടെ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു ഹാബിറ്റായി മാറി അല്ലേ. പിന്നെ ഇനി ആരും വേണ്ട, നമ്മളങ്ങനെ തന്നെ അങ്ങോട്ട് കോൺഫിഡൻ്റ് ആയിട്ട് അത് ചെയ്യും. അതാണ് മെക്കാനിസം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റേജ് എന്താ? കോംപ്ലക്സ് ഒവേർട്ട് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നല്ല സ്കിൽഫുൾ ആയിട്ട് നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റും അല്ലേ. And then comes adaptation. So you modify for new situations like dehydrated patients നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ കൊടുക്കണം എന്നറിയാം, IV എങ്ങനെ എടുക്കണം എന്നറിയാം. അല്ലെങ്കിൽ പീഡിയാട്രിക് കൊച്ചിന് ബേബിക്കാണെങ്കിലോ നമ്മൾ ബട്ടർഫ്ലൈ നീഡിൽ ഉപയോഗിച്ച് എടുക്കണം എന്നറിയാം. ഇങ്ങനെ സിറ്റുവേഷൻസ് മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാനുള്ള ഒരു സൈക്കോമോട്ടർ സ്കില്ലിനെയാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റോ ഒറിജിനേഷൻ. ഒറിജിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലാതെ പുതിയതിന് ഉണ്ടാക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അൾട്രാസൗണ്ട് ഗൈഡഡ് IV ലൈൻ, അൾട്രാസൗണ്ട് ഗൈഡഡ് IV ഇഞ്ചെക്ഷൻസ്, അത് ഒരു എന്താ പറയുക, പുതുതായിട്ട് നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് കോൾഡ് ഒറിജിനേഷൻ. സോ ഇത് മൂന്നുമാണ് നമ്മുടെ ബ്ലൂംസ് ടാക്സോണമിയിൽ പറയുന്ന 3 ഡിഫറെൻറ്റ് ലെവൽസ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കരിക്കുലം. കരിക്കുലവും ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. കൂടുതലൊന്നും ഇതിനകത്ത് എന്താണ് കരിക്കുലം എന്ന് മനസ്സിലാക്കിയിരിക്കുക. അത് ലേണിംഗ് എക്സ്പീരിയൻസസ് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും, കേസ് സ്റ്റഡി, കേസ് പ്രസൻറ്റേഷൻ, നഴ്സിംഗ് റൗണ്ട്സ്, ഇതൊക്കെ നമ്മൾ സ്റ്റുഡൻറ്റ് ലൈഫിൽ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. ഇതൊക്കെ കരിക്കുലത്തിൻ്റെ പാർട്ടാണ്. നമ്മളെ ഫീൽഡ് വിസിറ്റിന് കൊണ്ടുപോകുന്നു എല്ലാം. അൾട്ടിമേറ്റ് എയിം എന്താണ് കരിക്കുലത്തിൻ്റെ? നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണം. അപ്പോൾ കരിക്കുലത്തിനകത്ത് എന്താണ് പറയുന്നത്? വാട്ട് ഈസ് ഇൻക്ലൂഡഡ് ഇൻ എ കരിക്കുലം ഈസ് വാട്ട് ടു ടീച്ച്. ടീച്ചേഴ്സ് എന്ത് പഠിപ്പിക്കണം? ഹൗ ടു ടീച്ച്, എങ്ങനെ പഠിപ്പിക്കണം? ഡെമോൺസ്ട്രേഷൻ ആണോ, ഫീൽഡ് വിസിറ്റ് ആണോ, ലെക്ചർ കം ഡിസ്കഷൻ ആണോ, പ്രോജക്റ്റ് ആണോ, അങ്ങനെ. ആൻഡ് വൈ ടു ടീച്ച്, എന്തിനാ ഇതെല്ലാം പഠിപ്പിക്കുന്നത്? ഫൈനലി കെയർ പ്ലാനൊക്കെ എഴുതുന്നത് എന്തിനാ? സ്റ്റുഡൻസ് പലപ്പോഴും ചോദിക്കണം, എന്തിനാ കെയർ പ്ലാൻ എഴുതി സമയം പേപ്പറും വേസ്റ്റ് ആക്കുന്നതെന്ന് ചോദിക്കും. സോ അൾട്ടിമേറ്റ്ലി വാട്ട് ഈസ് എയിം? ടു പ്രൊവൈഡ് ക്വാളിറ്റി പേഷ്യൻറ്റ് കെയർ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ആൻഡ് റിസോഴ്സസ്. അതാണ്. അപ്പോൾ വൈ യു ആർ ടീച്ചിങ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് വളരെ ക്ലിയർ ആയിരിക്കണം. ആൻഡ് ഹൗ ടു അസസ്, ഈ പഠിച്ചതെല്ലാം തലയിൽ കയറിയോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ അസസ് ചെയ്യും? വൈവ ഒരു മെത്തേഡ് ഓഫ് അസസ്മെൻ്റ് ആണ്. പിന്നെ റിട്ടേൺ എക്സാമിനേഷൻ ഒരു മെത്തേഡ് ഓഫ് അസസ്മെൻറ്റ്. നമ്മുടെ കെയർ സ്റ്റഡി, കെയർ പ്ലാൻ, ഇങ്ങനെയെല്ലാം ചെയ്യുന്ന അസൈൻമെൻറ്റ്സ് ഒരു മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ ആണ്. സോ ദാറ്റ് ഈസ് ഓൾ ഇൻക്ലൂസീവ് ഇൻ കരിക്കുലം. ചില മെയിനായിട്ടുള്ള ടൈപ്സ് ഓഫ് കരിക്കുലം പറഞ്ഞു പോകാം. കോർ കരിക്കുലം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും ഇത് പഠിച്ചേ മതിയാവും. ലൈക്ക് അനാറ്റമി, ഫിസിയോളജി, ഫണ്ടമെന്റൽസ്, ഇതൊന്നും പഠിക്കാൻ നിങ്ങൾക്ക് മെഡിക്കൽ സർജിക്കൽ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം വേണം. ദാറ്റ് ഈസ് കോർ കരിക്കുലം. സോ ദാറ്റ് ഈസ് മാൻഡേറ്ററി, മസ്റ്റ് ഫോർ ഓൾ ദ സ്റ്റുഡൻസ്. രണ്ടാമത്തെ എന്താ? കോമ്പിറ്റൻസി ബേസ്ഡ് കരിക്കുലം. ഇതാണ് ഇപ്പോൾ INC ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ കരിക്കുലം. അതെന്താണ്? സ്കിൽ ബേസ്ഡ് ആണ്, സ്കിൽ മാസ്റ്ററി ആണ്. അവിടെ കോമ്പിറ്റൻസി എന്ന് പറയുന്നത് ചുമ്മാ സ്കിൽ ഡെവലപ്മെൻറ്റും അല്ല, സ്കിൽ മാസ്റ്ററി ആണ് കേട്ടോ. നമുക്ക് ആ സ്കില്ല് നല്ല ചെയ്ത് തഴക്കവും പഴക്കവും വരണം. ബൈ ദി എൻഡ് ഓഫ് 4 years when you come out, you should be able to perform independently all the procedures that is given in the curriculum. So that is competency based curriculum. Then third one is hidden curriculum. ഈ പണ്ട് ഗുരുകുലത്തിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഇങ്ങനെ എഴുതി വെച്ചിട്ടാണോ കരിക്കുലം, ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് വേണം, ഇങ്ങനെയെല്ലാം ഇതെല്ലാം പഠിപ്പിക്കണം, അങ്ങനെയൊന്നും ഇല്ല. സോ ബട്ട് ഇറ്റ് ഈസ് ഹിഡൻ. അവിടെ ഗുരുവിൻ്റെ മനസ്സിലാണ് ഇതെല്ലാം. ഗുരു അതിനനുസരിച്ചിട്ട് സ്റ്റുഡൻറ്റിന് പറഞ്ഞു കൊടുക്കുന്നു. സോ ദേ ആർ ഓൾ അൺറിട്ടൺ ആൻഡ് മോസ്റ്റ്ലി വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് ഒക്കെയാണ് ഇങ്ങനെ പഠിക്കുന്നത്. അപ്പോൾ ഗുരുകുലത്തിൽ ഗുരു പറയും, രാവിലെ നീ ഇപ്പം മുറ്റമടിക്കൂ, ഗുരുപത്നിക്ക് വെള്ളം കോരി കൊടുക്കൂ, പിന്നെ വിറക് കയറി കൊടുക്കൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിടും ജോലി. ഇതൊക്കെയും ആക്ച്വലി കരിക്കുലത്തിൻ്റെ പാർട്ട് തന്നെയാണ്. അവിടെ എന്താണ്? സെർവിങ് മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ എന്താ പറയുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ള ആ ഒരു ഹ്യൂമിലിറ്റി ഒക്കെയാണ് അതിൽ കൂടെ പഠിപ്പിക്കുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് എസ് ഹിഡൻ കരിക്കുലം. അടുത്ത സ്പൈറൽ കരിക്കുലം എന്ന് പറഞ്ഞാൽ, സ്പൈറൽ അറിയാമല്ലോ, ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ മുകളിലേക്ക് കയറി പോകുന്നതാണ്, കറങ്ങി കയറി പോകുന്നതാണ് സ്പൈറൽ. സോ സ്പൈറൽ കരിക്കുലത്തിൽ ദ സെയിം ടോപ്പിക് യു വിൽ കം ബാക്ക്. ആദ്യം കുഞ്ഞായിട്ട് ലൈറ്റായിട്ട് പഠിച്ചു പോകും, അല്ലെങ്കിൽ അത്ര സൂപ്പർഫിഷ്യലായിട്ട് പഠിച്ചു പോയിട്ട് ദെൻ അഗെയിൻ യു കം ബാക്ക് ടു ദാറ്റ് സബ്ജക്റ്റ് ടു സ്റ്റഡി ഇൻ ഡെപ്ത്.
ഓക്കെ, ഇപ്പം മെഡിക്കൽ സർജിക്കൽ ആദ്യം തന്നെ ബേസിക് ആയിട്ടുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ തിരിച്ച് അതേ സബ്ജക്റ്റിലേക്ക് നമ്മൾ തിരിച്ചു വരും, അഡ്വാൻസ് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട്. സോ യു ആർ ഗോയിങ് ഇൻ ഡെപ്ത് ഇൻ ടു ദ മോർ അഡ്വാൻസ് തിങ്സ്, ദറ്റ് ഇസ് സ്പൈറൽ കരിക്കുലം. ദെൻ ഇൻറ്റഗ്രേറ്റഡ് കരിക്കുലം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഒരു കണക്ഷൻ വേണം, സബ്ജക്ട്സ് എല്ലാം ലിങ്ക്ഡ് ആയിരിക്കണം. ഓക്കെ, എന്ന് വെച്ചാൽ മെഡിക്കൽ സർജിക്കൽ ഫസ്റ്റ് ഇയർ പഠിച്ചു, അനാറ്റമി ഫിസിയോളജി തേർഡ് ഇയർ പഠിച്ചു. ഇങ്ങനെ പിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവുകയില്ല. അപ്പോൾ ഒരു ഇൻറ്റഗ്രേഷൻ വേണം. അനാറ്റമി മാത്രം പഠിച്ചാൽ ഇൻറ്റഗ്രേഷൻ ആവില്ല. അനാറ്റമിയുടെ കൂടെ ഫിസിയോളജിയും പഠിച്ച് ഫാർമക്കോളജിയും പഠിച്ച് മെഡിക്കൽ സർജിക്കൽ പഠിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ലിങ്ക് ചെയ്തിരിക്കുന്നതാണ് ഇൻറ്റഗ്രേറ്റഡ് കരിക്കുലം. ഓക്കെ, അപ്പോൾ കരിക്കുലം എന്താണെന്ന് ഒന്നും കൂടി ഒന്ന് നട്ട്ഷെല്ലിൽ പറഞ്ഞോട്ടെ. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് വാട്ട് ഇസ് taught in the class. It also includes the formal plans, informal experiences. കേട്ടോ, ഫോർമൽ എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ വളരെ ഒഫീഷ്യലായിട്ട് നടക്കുക. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ആൻഡ് ഹിഡൻ വാല്യൂസ് and sometimes what is left out also you will learn through these experiences. So this is a complete learning journey for a student. So curriculum എന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന മാത്രമല്ല, അല്ലെങ്കിൽ അനാറ്റമി ഫിസിയോളജി മൈക്രോബയോളജി മെഡിക്കൽ സർജിക്കൽ മാത്രമല്ല, INCയുടെ സിലബസ് മാത്രമല്ല, അതിനകത്ത് നമ്മുടെ ക്ലാസ് റൂമിനകത്ത് തന്നെ സ്റ്റുഡൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലേണിംഗ് എക്സ്പീരിയൻസ്, പിയർ ലേണിംഗ് എന്ന് പറയാം അതിന്. ഓക്കെ, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ഇതിലെല്ലാം നിന്ന് കിട്ടുന്നതാണ് കരിക്കുലം. നൗ കമ്മിങ് ടു എഡ്യൂക്കേഷൻ ഫിലോസഫി. ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാം നിങ്ങൾക്ക്, കാരണം ഈ വാക്കുകളൊക്കെ അത്രയും കഠിനമായിട്ട് ഉള്ള വലിയ കടിച്ചപ്പൊട്ടാത്ത വാക്കുകളാണ്. അപ്പോൾ ഏറ്റവും അത്യാവശ്യമുണ്ട് ഒറ്റ ലൈനിൽ ഞാനിതെല്ലാം ഒന്ന് പറഞ്ഞു പോവാം. പെരനിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷേക്സ്പിയറിൻ്റെ കഥകളൊക്കെ, ഷേക്സ്പിയറിൻ്റെ ഡ്രാമ എല്ലാം നമ്മൾ വായിക്കുന്നതാണ്. ലൈക്ക് യുനോ ടൈംലെസ് നോളജ്, ക്ലാസിക്സ് ഒക്കെ ഇല്ലേ, മോബി ഡിക്ക് പോലത്തെ അങ്ങനത്തെ ഒക്കെ നോവൽസ് ഒക്കെ വായിക്കുന്നതാണ്, അല്ലെങ്കിൽ അതുവഴി പഠിക്കുന്നതാണ് പെരനിയലിസം എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് അബൌട്ട് യൂണിവേഴ്സൽ ട്രൂത്ത്, പഴയ കാര്യങ്ങൾ, ടൈംലെസ് ആയിട്ടുള്ള പഴയ കാര്യങ്ങളിൽ നിന്ന് നോളജ് കിട്ടുക. ദെൻ എസെൻഷ്യലിസമിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ആദ്യം പഠിച്ചത് ABCD ഒക്കെ അല്ലേ, അതില്ലാതെ ഇപ്പം നഴ്സിംഗ് പഠിക്കാൻ പറ്റുമോ? ഇല്ല. സോ ആൽഫബറ്റ്സ് പഠിച്ചു, അത് തന്നെ റീഡിങ്, റൈറ്റിംഗ്, മാത്തമാറ്റിക്സ് ഇല്ലാതെ നമുക്ക് ജീവിതമുണ്ടോ? ഇല്ല. സോ ഇറ്റ് ഈസ് എ എസെൻഷ്യൽ തിങ് ദാറ്റ് യു ഹാവ് ടു ലേൺ. സോ അങ്ങനത്തെ എഡ്യൂക്കേഷണൽ ഫിലോസഫിനാണ് എസെൻഷ്യലിസം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് പ്രോഗ്രസീവിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ ലേൺ ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ സ്റ്റുഡൻറ് സെൻറ്റേർഡ് കേട്ടോ. ഇത് രണ്ടും ടീച്ചർ സെൻറ്റേർഡ് ആണ്, ഇത് സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആണ്. പ്രോഗ്രസീവ് അങ്ങനെയും ചിലപ്പോൾ ചോദിക്കാം ക്വസ്റ്റ്യന്. അപ്പോൾ പ്രോഗ്രസീവിസത്തിൽ എന്താണ്? ഞാൻ തന്നെയാണ് വലിയ ആള്, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വഴി ഞാൻ നോളജ് ഗെയിൻ ചെയ്യും. സോ ഇദ്ദേഹമാണ് ഇതിൻ്റെ, ജോൺ ഡ്യൂയി എന്ന് പറയുന്ന എഡ്യൂക്കേഷനിസ്റ്റ് ആണ് ഈ ഫിലോസഫിയുടെ ഉപജ്ഞാതാവ്. അടുത്ത റീകൺസ്ട്രക്ഷനിസം ഉള്ളതിനെ പിന്നെ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ റിഫോമിങ് ദ സൊസൈറ്റി. സോ എഡ്യൂക്കേഷൻ ടു റിഫോം ദ സൊസൈറ്റി. ലൈക്ക് ഇപ്പം ലോ പഠിക്കുന്നു, അവിടെ എന്താണ് സൊസൈറ്റിയുടെ ഇൻജസ്റ്റിസസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ ഫിലോസഫി അതാണ് ഉൾക്കൊള്ളുന്നത്, ആ ഒരു കോൺസെപ്റ്റാണ് ഉൾക്കൊള്ളുന്നത്. നമ്മൾ പഠിക്കുന്നത് എന്തും നമ്മളെ സൊസൈറ്റിനെ ചേഞ്ച് ചെയ്യാനായിരിക്കണം. ഇപ്പോൾ ഞാൻ ലോ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞെന്നുള്ളൂ, നഴ്സിംഗും അത് തന്നെയാണ്. സോ വാട്ട് വി ആർ ട്രൈങ് ടു മേക്ക് എ ബെറ്റർ സൊസൈറ്റി അല്ലേ. നമുക്ക് ഒരുപാട് എമ്പത്തിയും കമ്പാഷനും ഒക്കെ സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റും. തിരിച്ചൊന്നും എക്സ്പെക്ട് ചെയ്തുകൊണ്ട് കൊടുക്കുന്നത് ഒരിക്കലും ഒരു നല്ലൊരു കോൺസെപ്റ്റേ അല്ല. ഗിവ് ബട്ട് it will come back to you, that's for sure, but you cannot expect it. So അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഈ റിഫോർമേഷൻ ഓഫ് ദ സൊസൈറ്റി നടക്കില്ല. സോ റീകൺസ്ട്രക്ഷനിസം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ്റെ പർപ്പസ് എന്താണ്? സൊസൈറ്റീനെ നേരെയാക്കാനാണ്. അടുത്തത് കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞാൽ നോളജ് അല്ലെങ്കിൽ വിവരം കുട്ടികളാണ് ഉണ്ടാക്കുന്നത്, അത് പഠിക്കുന്നവരാണ് ഉണ്ടാക്കുന്നത്. കൺസ്ട്രക്റ്റഡ് ബൈ ദ ലേണേഴ്സ്. എങ്ങനെയാ? അവരുടെ എക്സ്പീരിയൻസിൽ കൂടെ, ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ്, അതല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ വായിച്ച് നമ്മളൊരു പരീക്ഷ എഴുതുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ്. സോ ദ നോളജ് ഈസ് ഇവിടെയും ലേണർ സെൻറ്റേർഡ് ആണ്, സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആണ്. ഇതൊക്കെ സ്റ്റുഡൻറ് സെൻറ്റേർഡാണ്. സോ നമ്മുടെ നോളജിനെ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് ത്രൂ അവർ എക്സ്പീരിയൻസ്. ഇത് പറഞ്ഞു തരാം പിയാഷെ.
അടുത്ത ബിഹേവിയറിസം എന്ന് പറയുന്നത് നമ്മുടെ ലേണിംഗ് എപ്പോഴും നമ്മുടെ ബിഹേവിയർ നമ്മുടെ ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക. സോ ലൈക്ക് ഈ സ്കിന്നർ സൊപ്രാൻ കണ്ടീഷനിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫിലോസഫി. നമ്മൾ പഠിക്കുന്നതെല്ലാം ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഷേപ്ഡ് ബൈ ദ റിവാർഡ്സ് ആൻഡ് ദ പണിഷ്മെൻറ്റ്സ്. ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്നതല്ലേ, നമ്മുടെ മക്കളുടെ മണ്ടയ്ക്കിട്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നല്ല രീതി മാർക്ക് മേടിച്ചില്ലെങ്കിൽ അടി, അല്ലേ? സോ ദർ ഇസ് എ പണിഷ്മെൻറ്റ്. അപ്പോൾ കൊച്ച് ചിന്തിക്കും, ഞാൻ ഫുൾ മാർക്ക് മേടിച്ചാൽ എനിക്ക് റിവാർഡ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അത് പഠിക്കാൻ തുടങ്ങുന്നു. അങ്ങനത്തെ ഒരു ഫിലോസഫിയാണ് ബിഹേവിയറിസം എന്ന് പറയുന്നത്. നമ്മുടെ ബിഹേവിയർ ആണ് നമ്മുടെ ലേണിങ്ങിനെ ഷേപ്പ് ചെയ്യുന്നത്. ദെൻ ഹ്യൂമനിസം എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ, ഇമോഷണൽ ഗ്രോത്ത്. ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ആ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ, ഇമോഷണൽ ഗ്രോത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫിലോസഫിയാണിത് ഹ്യൂമനിസം. ഇറ്റ് വാസ് പ്രൊപ്പഗേറ്റഡ് ബൈ മാസ്ലോ ആൻഡ് റോജേഴ്സ്. അടുത്ത പ്രാഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ, രണ്ട് ഞാൻ അങ്ങനെ ഓർക്കുക. പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം അല്ലെങ്കിൽ ആ ഒരു ഫിലോസഫിനെയാണ് പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത്. പ്രാക്ടിക്കൽ ഔട്ട്കംസ് ഓവർ അബ്സ്ട്രാക്ട് തിയറീസ്. ഇതും ജോൺ ഡ്യൂവി ആണ് ഇതിൻ്റെ പ്രൊപ്പണന്റ്. ഓക്കെ, ഇപ്പോൾ സംതിങ് ഇഫ് ഐ എം ഏബിൾ ടു പ്രാക്ടിക്കലി ഡു ദെൻ ദാറ്റ് ഇസ് ദ ട്രൂത്ത് എന്ന് വിചാരിക്കുന്നതാണ്. അടുത്ത എക്ലക്റ്റിസം എന്ന് പറഞ്ഞാൽ എല്ലാ ഫിലോസഫി, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫിലോസഫിയുടെയും നല്ലത് മാത്രം. ഇപ്പം ഞാനൊരു ഈ ഫിലോസഫിയിലെ ഒറ്റ സെൻറ്റൻസിൽ ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. ഇതിനകത്ത് തന്നെ ടീച്ചർ എങ്ങനെയായിരിക്കണം, ഓരോ ഫിലോസഫിയും പറയുന്നുണ്ട് എന്ത് പഠിപ്പിക്കണം, ടീച്ചർ എങ്ങനെയായിരിക്കണം, സ്റ്റുഡൻറ്റ് എങ്ങനെയായിരിക്കണം, ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സ് എങ്ങനെയായിരിക്കും, അങ്ങനെ എല്ലാം ഡീറ്റെയിൽഡായിട്ടുണ്ട്. ആ ഒരു ഇതിലോട്ട് ഞാൻ പോയില്ല എന്ന് മാത്രം. അപ്പോൾ എക്ലക്റ്റിസത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫിലോസഫിയിൽ മറ്റ് ഫിലോസഫീസിൻ്റെ എല്ലാ നന്മകളും മാത്രം ചേർത്തെടുത്തുകൊണ്ട് ദി ബെസ്റ്റ് ഇൻ ഓൾ ദി ഫിലോസഫീസ് ഈസ് ടേക്കൺ ആൻഡ് പുട്ട് ഇൻ ആസ് എ ന്യൂ ഫിലോസഫി ഓഫ് എക്ലക്റ്റിസം. സോ by mixing the best elements from the other philosophies. Okay, that is eclecticism. അടുത്ത ഐഡിയലിസം എന്ന് പറഞ്ഞാൽ എന്തോ ഐഡിയാസിൻ്റെ മണ്ടയ്ക്ക് ജീവിക്കുന്നതാണ്. ഐഡിയാസിൻ്റെ ബേസ് ചെയ്താണ് എഡ്യൂക്കേഷൻ പോകുന്നത്. സോ ഐഡിയാസ്, പ്രിൻസിപ്പിൾസ്, ഭയങ്കര ഞാൻ ഇങ്ങനെ ചെയ്യൂ, ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രിൻസിപ്പിൾസും ഫിലോസഫിയും ഒക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. ആ പ്രിൻസിപ്പലിനപ്പുറത്തേക്ക് എന്ന് വെച്ചാൽ ഖദറേ ഒടുക്കുള്ളൂ, അങ്ങനെ ചില ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ താടി വളർത്തും, ഒരിക്കലും ഞാൻ അത് താടി വടിക്കില്ല, കാരണം എൻ്റെ റിലീജിയൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില പ്രിൻസിപ്പിൾസ് ഉണ്ടാവും അവരുടെ ലൈഫിൽ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും കള്ളം പറയത്തില്ല. അങ്ങനത്തെ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഐഡിയലിസ്റ്റിക് ഫിലോസഫിയാണ് ഐഡിയലിസം എന്ന് പറയുന്നത്. പ്ലേറ്റോ ആണ് ഇതിൻ്റെ ആള്. അടുത്ത റിയലിസം എന്ന് പറഞ്ഞാൽ റിയൽ വേൾഡിൽ നിന്നാണ് നമ്മുടെ നോളജ് വരുന്നത്, അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡിൽ ഈ കാണുന്ന നമ്മുടെ സെൻസ് ഓർഗൻസ് കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന അതാണ് റിയൽ വേൾഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇതിനകത്ത് സ്പിരിച്വാലിറ്റി ഒന്നും ഇല്ല, മനസ്സിലായി, സയൻസ് മാത്രമേ ഉള്ളൂ, നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം സത്യം എന്ന് ചിന്തിക്കുന്നതാണ് റിയലിസം. So that is Aristotle is the person responsible for this educational philosophy. അടുത്ത നാച്ചുറലിസം എന്ന് പറഞ്ഞാൽ പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് പഠിക്കുന്നതാണ്. നേച്ചറും നമ്മുടെ സെൻസ് ഓർഗൻസും വെച്ച് പഠിക്കുന്നതാണ് നാച്ചുറലിസം. റോസോ ആണ് ഇതിൻ്റെ പ്രൊപ്പണന്റ്. അടുത്ത എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റൻസ് തന്നെയാണ്. എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവൈവൽ അല്ലെ, നമ്മുടെ ജീവിതം അല്ലേ. വി ആർ എക്സിസ്റ്റിംഗ് ഇൻ ദിസ് വേൾഡ്, സോ വി ഹാവ് അവർ ഓൺ ഫ്രീഡം. ഞാനിപ്പോൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം, ഒരുമാതിരി ഫെമിനിസമാണ് ഇത്. എൻ്റെ സ്വാതന്ത്ര്യം, ഞാൻ ജീവിക്കും, എൻ്റെ ഉത്തരവാദിത്വം ഞാൻ, അങ്ങനെ. ആൻഡ് യു സെർച്ച് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ്. സോ ദാറ്റ് ഈസ് എക്സിസ്റ്റൻഷ്യലിസം. സാർട്രേ ആണ് ഇതിൻ്റെ പ്രൊപ്പണന്റ്. അടുത്ത പോസ്റ്റ് മോഡേണിസം പറഞ്ഞാൽ ഇപ്പോഴത്തെ അബ്സല്യൂട്ട് ട്രൂത്തിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു മനോഭാവം. സോ ദാറ്റ് ഈസ് പോസ്റ്റ് മോഡേണിസം. സോ ദീസ് ആർ ദ ഫിലോസഫീസ് ഇൻ എഡ്യൂക്കേഷൻ. ഓക്കെ, കുറച്ച് നിങ്ങൾക്ക് ചിലപ്പം ഓർക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് ഒറ്റ സെൻറ്റൻസിൽ മാത്രം അത് പറഞ്ഞിട്ടുള്ളത്. അടുത്ത കമ്മിങ് ടു ദ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. ഇതും ചോദിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്, ഓരോ മെത്തേഡിന് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ക്വിക്കായിട്ട് ഞാനതും പറഞ്ഞു പോകാം. ലെക്ചർ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഫെമിലിയർ അല്ലേ, ക്ലാസ്സിൽ ഇരുന്നിരുന്ന മതിയായിട്ടുള്ളതാണ് ലെക്ചേഴ്സ്. സോ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പിള്ളേരെ പിടിച്ചിരുത്തി ടീച്ചറിനെ പഠിപ്പിക്കാം. സോ ടൈം കുറച്ച് സമയത്ത് കൂടുതൽ ആൾക്കാരെ കവർ ചെയ്യും. ഡിസഡ്വാൻറ്റേജ് എന്താ, നമ്മളെല്ലാവരും ഇരുന്ന് ഉറക്കം തൂങ്ങും അല്ലേ. ഇൻറ്ററാക്ഷൻ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് എൻഗേജ്മെൻറ്റ് വളരെ ലോ ആണ്, ലോ ഇൻറ്ററാക്ഷൻ, വളരെ പാസീവാണ്. അടുത്തത് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയാസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നു, അവിടെ ഭയങ്കര ഇൻറ്ററാക്ഷൻ, അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്.
സോ ഭയങ്കര എൻഗേജിങ് ആണ്. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യും. നമുക്കപ്പോൾ തിങ്ക് ചെയ്യാൻ, ക്രിറ്റിക്കലി തിങ്ക് ചെയ്യാനും നമുക്ക് അതൊരു പ്ലാറ്റ്ഫോമാണ്. പക്ഷേ പ്രശ്നം എന്താണ്? ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെ ഈ പറഞ്ഞ് കാട് കയറാനും ചാൻസ് ഉണ്ട്. സോ യു ക്യാൻ ഗോ ഓഫ് ടോപ്പിക്. അടുത്തത് മൈക്രോ ടീച്ചിങ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. മൈക്രോ ടീച്ചിങ് എന്താണ്? മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കാനുള്ള കുഞ്ഞു കുഞ്ഞ് പാർട്സ് അല്ലെങ്കിൽ ചെറിയ കണ്ടന്റ് നമ്മുടെ പിയർ ഗ്രൂപ്പിന് പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു സിറോസിസ് പഠിപ്പിക്കുന്നു. അപ്പം ആദ്യം തന്നെ അതിൻ്റെ എറ്റിയോളജി മാത്രമേ ഞാൻ പഠിപ്പിക്കുകയുള്ളൂ. എറ്റിയോളജി ഞാൻ എൻ്റെ ക്ലാസ്മേറ്റ്സിന് പഠിപ്പിക്കുന്നു. അപ്പോൾ ആ പഠിപ്പിക്കുന്നത് എന്തിനാണ്? എറ്റിയോളജി പഠിപ്പിക്കാനല്ല പഠിപ്പിക്കുന്നത്, എൻ്റെ പഠിപ്പിക്കൽ സ്റ്റൈല് റിഫൈൻ ചെയ്യാനാണ് നമ്മൾ ഈ മൈക്രോ ടീച്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് ആ ടോപ്പിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, എൻ്റെ വോയിസ് മോഡുലേഷൻ എങ്ങനെയുണ്ട്, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എങ്ങനെയുണ്ട്, ചാർട്ട്സ് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ലൈഡ്സ് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുക, ഞാൻ എങ്ങനെ സ്റ്റുഡൻസിനോട് ചോദ്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കാര്യങ്ങളുണ്ട് ഒരു ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന മൈക്രോ ടീച്ചിങ് എൻ്റെ ക്വസ്റ്റ്യനിങ് സ്കിൽസ്, സ്റ്റുഡൻസിനോടുള്ള ക്വസ്റ്റ്യനിങ് സ്കിൽസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും. അങ്ങനെ അതാണ് പറയുന്നത് മൈക്രോ ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ചെറിയ പ്രാക്ടീസ് ടീച്ചിങ് ആണ്. ഒരു ചെറിയൊരു കോണ്ടന്റ് എടുത്തിട്ട് നമ്മുടെ പിയർ ഗ്രൂപ്പിനെ പഠിപ്പിക്കുന്നു. ഒരു 5 മിനിറ്റിനപ്പുറത്തേക്ക് പോവില്ല അത്. അപ്പോൾ ഇവിടെ നമ്മളിത് പഠിപ്പിച്ചു കഴിയുമ്പോൾ എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ടീച്ചിങ്ങിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടി. 5 മിനിറ്റ് ഞാനിങ്ങനെ പഠിപ്പിക്കുമ്പോൾ എല്ലാവരും പറയും നിങ്ങളുടെ ക്ലാസ് ഇങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പം നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. മനസ്സിലായോ? പക്ഷേ പ്രശ്നം എന്താ? ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ നമ്മൾ റിയൽ ഒരു സെറ്റിംഗ് അല്ലല്ലോ, ശരിക്കുള്ള സ്റ്റുഡൻ്റ് അല്ലോ, നമ്മുടെ ക്ലാസ്മേറ്റ്സിനല്ലേ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർ നമ്മൾ എന്തായാലും ഉപദ്രവിക്കില്ല, അവർ നമ്മുടെ എപ്പോഴും സപ്പോർട്ടായിരിക്കും. ഇത് തന്നെ ആവണമെന്നില്ല. യഥാർത്ഥത്തിൽ ഒരു ക്ലാസ് റൂമിൽ പോകുമ്പോൾ ചിലപ്പോൾ പിള്ളേർ ഭയങ്കര ചട്ടമ്പികളാണെങ്കിൽ കഴിഞ്ഞു. അപ്പോൾ അതാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ. ഒറ്റ സ്കില്ല് മാത്രം പെർഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. either it could be introducing a topic or using the audio visual aids or questioning technique, അങ്ങനെ. ഓക്കെ, അപ്പോൾ അത് മാത്രം ഓർക്കുക. ചെറിയ അതും നമ്മൾ പിയർ ഗ്രൂപ്പിനെയാണ് പഠിപ്പിക്കുന്നത്. അടുത്ത ലാബ് സ്കിൽ അല്ലെങ്കിൽ സ്കിൽ ലാബ് അല്ലെങ്കിൽ സിമുലേഷൻ. ഇതും നമ്മളൊക്കെ വി ഹാവ് ബീൻ ത്രൂ ദിസ് അല്ലേ. മാനിക്കൻസ് ഉണ്ട്, അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. അഡ്വാൻറ്റേജ് എന്താണ്? എത്ര കുത്തിയാലും നോവില്ല, തിരിച്ച് അടിക്കാനോ പിടിക്കാനോ വഴക്ക് പറയാനോ ആരുമില്ല, ബിക്കോസ് വി ആർ ഡൂയിങ് ഇറ്റ് ഓൺ ദ മാനിക്കൻ. സോ സേഫ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും, എറേഴ്സ് എല്ലാം റെഡ്യൂസ് ആവും. പക്ഷേ പ്രശ്നം ഒത്തിരി ടൈം കൺസ്യൂം, അതുപോലെ പൈസ ഒരുപാട് വേണം മാനിക്കലിന്. അടുത്ത ഡെമോൺസ്ട്രേഷൻ, റിട്ടേൺ ഡെമോൺസ്ട്രേഷൻ. ടീച്ചർ കാണിക്കുന്നു, കുട്ടികൾ ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമുക്കൊരു നല്ല ക്ലാരിറ്റി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും, വിഷ്വൽ ക്ലാരിറ്റി കിട്ടും. പക്ഷേ ഇതും ടൈം കൺസ്യൂമിങ്ങാണ്. പിന്നെ ഫസ്റ്റ് ടൈം അതുപോലെ ചെറിയ ഗ്രൂപ്പിൽ നമുക്കിത് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. 20 സ്റ്റുഡൻസിനൊന്നും വെച്ച് ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല. മാക്സിമം 6 to 7 സ്റ്റുഡൻസേ പറ്റുള്ളൂ. അടുത്ത സിമ്പോസിയം എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ട് ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നു. അപ്പോൾ അവിടെ നമുക്കൊരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഇതുകൊണ്ട് നടക്കും. അതുപോലെ തന്നെ പല ആൾക്കാർ, സിമ്പോസിയത്തിൽ ഒരാളല്ല കേട്ടോ, മൾട്ടിപ്പിൾ ആൾക്കാരാണ്, എക്സ്പേർട്സാണ്. അപ്പോൾ മൾട്ടിപ്പിൾ വ്യൂസ്, എല്ലാവരുടെയും വ്യൂസ് നമുക്ക് കിട്ടും. പക്ഷേ ഇവിടെ ഇൻറ്ററാക്ഷൻ ഒന്നുമില്ല, നമുക്ക് ഓഡിയൻസുമായിട്ടൊന്നും ഇൻറ്ററാക്ഷൻ ഇല്ല. ടൈം മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ പിന്നെ കാട് കയറി ഒരുപാട് സമയം, 1 മണിക്കൂറുള്ള സിമ്പോസിയം ചിലപ്പോൾ 2 മണിക്കൂറായി മാറാം. അടുത്ത പാനൽ ഡിസ്കഷൻ നമ്മൾ ധാരാളം ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള, ശ്രീകണ്ഠൻ നായർ ഷോ ഒക്കെ കണ്ടിട്ടില്ലേ, ഫ്ലവേഴ്സ് ചാനലിൽ. അപ്പോൾ അത് ഒരു ഓഡിയൻസ് ഉണ്ടാവും, പിന്നെ മോഡറേറ്റർ ഉണ്ടാവും, ശ്രീകണ്ഠൻ നായർ മോഡറേറ്റർ, പിന്നെ പാനൽ എക്സ്പേർട്സ് ഉണ്ടാവും. സോ അവരൊരു പർട്ടിക്കുലർ ടോപ്പിക്കിന് ഇങ്ങനെ ഓഡിയൻസിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ പാനൽ ഡിസ്കഷൻ നിങ്ങൾക്ക് ഒരിക്കലും മറക്കത്തില്ല. നമ്മുടെ ടി വി ഷോസൊക്കെ അങ്ങനെ തന്നെയാണ്. റിയൽ ടൈം എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ഉണ്ട്, പല വ്യൂസ് നമുക്ക് അവിടെ കിട്ടും, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കിട്ടും. പിന്നെ പക്ഷേ ഓഡിയൻസ് എന്താണ്, അവിടെ ഓഡിയൻസ് വളരെ പാസീവായിട്ട് ഇരിക്കുന്നതാണ്. അടുത്ത സെമിനാർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ, ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നു, ഗ്രൂപ്പിനോട് ചോദിക്കുന്നു, ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ അവിടെ ഉണ്ട്, അതാണ് വ്യത്യാസം. ആൻഡ് ഇറ്റ് റിക്വയർസ് പ്രിപ്പറേഷൻ, ബട്ട് ഇഫ് യു ഡോണ്ട് പ്രിപ്പയർ പ്രോപ്പർലി ദർ വിൽ നോട്ട് ബി എനി ഡെപ്ത് ടു ദ സെമിനാർ. നമ്മൾ മാസ്റ്റേഴ്സിന് പഠിക്കുമ്പോൾ, MSc പഠിക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ സെമിനാർ ചെയ്ത് മടുത്തതാണ്. സോ okay, so here
I will come back to this. Okay, ഇത് important ആണ്. ഇത് ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ് പ്രീവിയസ് എക്സാംസിന്. അതുകൊണ്ട് I'll come back to that difference. അപ്പം we were discussing about the methods of teaching. We will continue that. അടുത്തത് എന്താണ്? സയന്റിഫിക് വർക്ക്ഷോപ്പ്. വർക്ക്ഷോപ്സും നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും, കാരണം നമ്മൾ ഒത്തിരി നഴ്സിംഗ് കമ്മ്യൂണിറ്റി ഒരുപാട് വർക്ക്ഷോപ്സ് ഒക്കെ നടത്തുന്നുണ്ട്. ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്യുന്നതാണ് വർക്ക്ഷോപ്പ് കേട്ടോ. നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടാവണം, എന്നാലാണ് ഒരു പർട്ടിക്കുലർ സ്കില്ല്, ഒരു ഇപ്പോൾ സപ്പോസ് ഡേറ്റ അനാലിസിസ് SPSSൻ്റെ വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ വെച്ചിട്ട് അത് കുറച്ചൊരു സാമ്പിൾ ഡമ്മി ഡേറ്റ ആയിട്ട് നമുക്കത് ചെയ്യണം. അപ്പോൾ ആ സ്കില്ലുണ്ടെങ്കിലാണ് അതിനെ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ വാക്ക് മാത്രം ഓർത്താൽ മതി. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ നമ്മൾ കൊണ്ടുപോയി വണ്ടി കയറ്റത്തില്ലേ, അപ്പോൾ അവർ അഴിച്ചു വിരുത്ത ഓരോ സാധനങ്ങൾ ചെയ്തു തരത്തില്ല. അത് തന്നെയാണ് ഇവിടെയും സയൻറ്റിഫിക് വർക്ക്ഷോപ്പ്. ഇറ്റ്സ് എ സ്കിൽ ബേസ്ഡ്. ഓക്കെ, പക്ഷേ ലാർജ് ഗ്രൂപ്പിൽ നമുക്ക് പാടാണ്. അടുത്ത എക്സിബിഷൻ, ഇതും എല്ലാവർക്കും അറിയാം. മോഡൽസ്, പോസ്റ്റേഴ്സ്, അതൊക്കെ എക്സിബിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്രിയേറ്റിവിറ്റി ഒക്കെ അഡ്വാൻറ്റേജ് അതാണ്. ക്രിയേറ്റിവിറ്റി എല്ലാം എൻഹാൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ അഗെയിൻ ടൈം കൺസ്യൂമിങ്. ഇനി റോൾ പ്ലേ ആണെങ്കിലോ കുട്ടി നാടകം അല്ലെ, സ്കിറ്റ് പോലെ ചെയ്യുന്നതാണ് റോൾ പ്ലേ. നമ്മളൊരു സെനാരിയോന് ഡ്രാമ പോലെ ആക്ട് ഔട്ട് ചെയ്യുക. അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് ആ സിറ്റുവേഷനിൽ നമുക്ക് എംപത്തി ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ സ്റ്റുഡൻസ് ആയിരിക്കുന്ന സമയത്ത് നഴ്സിംഗിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റോൾ പ്ലേ ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചത്. ബിക്കോസ് യു വിൽ ബി ഏബിൾ ടു പുട്ട് യുവർ സെൽഫ് ഇൻ ടു ദെയർ ഷൂസ് to build empathy and there is active participation. പക്ഷെ എന്താ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഷൈ ആയിട്ടുള്ളവർ ജന്മം ചെയ്ത് ഇത് ചെയ്യില്ല. അടുത്തത് പ്രോജക്റ്റ് വർക്ക്. പ്രോജക്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാസ്റ്റേഴ്സിൽ MSc നമ്മളൊരു തീസിസ് സബ്മിറ്റ് ചെയ്യുന്നു, അതൊരു പ്രോജക്റ്റ് വർക്കാണ്. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അത് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ അഡ്വാൻറ്റേജ്. പിന്നെ പക്ഷേ ഇതിന് പ്രോപ്പറായിട്ടുള്ള സൂപ്പർവിഷൻ വേണം അല്ലേ, ഇല്ലെങ്കിൽ അത് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യില്ല. ഫീൽഡ് ട്രിപ്പ്, ഇതും നമ്മളെല്ലാവരും ഫെമിലിയറാണ്. ലൈക്ക് ഫസ്റ്റ് ഇയർ MBSc നഴ്സിംഗ് പഠിക്കുമ്പോൾ സ്വേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ വാട്ടർ പ്യൂരിഫിക്കേഷൻ. അരുവിക്കരയൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അരുവിക്കര വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ്, പിന്നെ സ്ലോട്ടർ ഹൗസ്. അപ്പോൾ മീറ്റ് ഹൈജീനൊക്കെ അവിടെ പോയി പഠിക്കുക. ഇങ്ങനെ ഫീൽഡ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ അതൊരു റിയൽ വേൾഡ് എഡ്യൂക്കേഷണൽ വിസിറ്റാണ്. ഇൻഡാലിൽ പോയിരുന്നു ഓക്കുപേഷണൽ ഹെൽത്ത് പഠിക്കാൻ. അങ്ങനെ സോ നമുക്ക് ആ ഒബ്സർവേഷൻ നമ്മളത് കണ്ടുപിടിക്കുമ്പോൾ ദറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. അതിങ്ങനെ പിക്ചർ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷേ ഈ പിള്ളേരെല്ലാം പറക്കിയെടുത്തുകൊണ്ട് പോകുന്നതിൽ സേഫ്റ്റി ഇഷ്യൂസും ഉണ്ട് ഡിസഡ്വാൻറ്റേജ് ആയിട്ട്. ദെൻ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് ആണെങ്കിലോ ഞാൻ തന്നെ പ്ലാൻ ചെയ്ത് ഞാൻ തന്നെ അങ്ങ് പഠിക്കുകയാണ്. നിങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്ന അതാണ് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്. ഭയങ്കര മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ അത് നടക്കുകയുള്ളൂ, ഡിസിപ്ലിന് വേണം. പിന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലേണിംഗ് ആണെങ്കിലോ സോഫ്റ്റ്വെയർസ്, ഡിജിറ്റൽ ടൂൾസൊക്കെ വഴി ഇപ്പോൾ യൂട്യൂബ് വഴി പഠിക്കുന്നതും അത് തന്നെയാണ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലേണിംഗ്. ഇൻറ്ററാക്റ്റീവ് ഇപ്പോൾ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ടാവും, ഇൻറ്ററാക്റ്റീവ് സോഫ്റ്റ്വെയർസ് ഒക്കെ. സോ ഇറ്റ് ക്യാൻ ബി സെൽഫ് ബേസ്ഡ്. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് വേണം, ഒരു ലാപ്ടോപ്പോ ഒരു മൊബൈലോ കുറഞ്ഞത് ഉണ്ടാവണം. ഓക്കെ, ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അതുകൊണ്ടാണ് ഞാനൊരു സെപ്പറേറ്റ് സ്ലൈഡിൽ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക്, സോ ദറ്റ് യു ക്യാൻ കമ്പയർ ആൻഡ് ലേൺ. ചിലപ്പോൾ സെമിനാർ ഡിഫറൻസ് തന്നെയാണ് ചോദിക്കുക. സെമിനാർ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കൊരു പർട്ടിക്കുലർ ടോപ്പിക്കിൻ്റെ ഒരു പ്രസൻറ്റേഷനാണ്, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഡിസ്കഷനും ഉണ്ടാവും. ഇത് നമ്മൾ മാസ്റ്റേഴ്സ് സ്റ്റുഡൻസിലൊക്കെ എപ്പോഴും ചെയ്യുന്നതാണിത്. അപ്പോൾ ഒരു ടോപ്പിക്ക് കൊടുത്തു, കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയർ. അപ്പോൾ അതിനെപ്പറ്റി എല്ലാ അവൈലബിൾ എവിഡൻസസും ജേർണൽ ആർട്ടിക്കിൾസും ഒക്കെ കളക്ട് കൊണ്ടുവന്ന് സ്റ്റുഡൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്നു. ബാക്കി ക്ലാസ്മേറ്റ്സ് അതിൽ ആ ഡിസ്കഷനിൽ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസും ഡിസ്കഷൻസിലും ഏർപ്പെടുന്നു. അതാണ്. ഓക്കെ, അതേസമയം സിമ്പോസിയം ആണെങ്കിലോ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് മാത്രം, ആ ടോപ്പിക്കിൻ്റെ പല പല വശങ്ങൾ നമ്മൾ ഒരു പാനൽ ഓഫ് എക്സ്പേർട്സ് ഇരുന്ന് സംസാരിക്കുന്നു. അവിടെ ഡിസ്കഷൻസ് ഒന്നുമല്ല, ചുമ്മാ അവരിങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അതാണ് സിമ്പോസിയം. പാനൽ ഡിസ്കഷനിൽ പറഞ്ഞാൽ ശരിക്കും ഡിസ്കഷൻ തന്നെയാണ്. ഡിസ്കഷൻ ആര് തമ്മിലാണ്? അവിടെ ഒരു പാനലിസ്റ്റ് ഉണ്ടാവും, മോഡറേറ്റർ ഉണ്ടാവും. ഓഡിയൻസിന് അവിടെ വലിയ റോളില്ല. ദേ ക്യാൻ ആസ്ക്, മിനിമമാണ് ഓഡിയൻസിൻ്റെ ഒരു 1-2 ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓഡിയൻസിന് ഇൻവോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സെമിനാർ. ദർ ഇസ് എ പ്രസൻറ്റർ പ്ലസ് ഓഡിയൻസ് ആണ് ഇതിൻ്റെ കീ ആയിട്ടുള്ള ആൾക്കാർ. അതേസമയം സിമ്പോസിയത്തിലാണ് കുറേ എക്സ്പേർട്സ് മാത്രമേ ഉള്ളൂ. പാനൽ ഡിസ്കഷനിലാണ് ഈ ശ്രീകണ്ഠൻ നായർ ഷോ ആലോചിച്ചാൽ മതി. ശ്രീകണ്ഠൻ നായർ മോഡറേറ്ററാണ്. പിന്നെ കുറേ ആൾക്കാരെ അവിടെ സ്റ്റുഡിയോയിൽ വിളിച്ചെടുത്തിട്ടുണ്ടാകും, ഹു ആർ ദ ഓഡിയൻസ് ആൻഡ് പാനലിസ്റ്റ്. ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുക. ഒരു 3 മുതൽ 6 വരെ എക്സ്പേർട്സ് പല ഫീൽഡിൽ നിന്നുള്ളവരുണ്ടാവും. ദിറ്റ്സ് കോൾഡ് പാനൽ ഡിസ്കഷൻ. അപ്പോൾ ഇവിടെ സെമിനാറിലാണെങ്കിൽ ഓഡിയൻസിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. സിമ്പോസിയത്തിൽ ക്വസ്റ്റ്യൻ ആൻസർ സെഷനേ ഇല്ല. പാനൽ ഡിസ്കഷനിലാണെങ്കിൽ മേ ബി സംടൈംസ് ദ ഓഡിയൻസ് മേ ആസ്ക് ക്വസ്റ്റ്യൻസ്. സോ ഇത് തമ്മിലുള്ള വ്യത്യാസം. 3
മെത്തേഡ്സും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പാനൽ ഡിസ്കഷൻ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, കാരണം ശ്രീകണ്ഠൻ നായരുടെ ഷോ ആലോചിച്ചാൽ മാത്രം മതി. പിന്നെ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ, ഇവിടെ ഓഡിയൻസിന് വലിയ റോളൊന്നും ഇല്ല സിമ്പോസിയത്തിൽ, പക്ഷേ സെമിനാറിൽ അതുണ്ട്. ഓക്കെ, now coming to active learning methods. ഓക്കെ, ആക്റ്റീവ് ലേണിംഗ്, ഈ മെത്തഡോളജീസ് ആണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത്. വെച്ചാൽ കുട്ടികൾ ലെക്ചർ ഡിസ്കഷൻ റൂമിലിരുന്ന് ഉറങ്ങാതെ അവരെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒന്ന് ടീം ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടീമായിട്ട് ഫോം ചെയ്യില്ല, ഒരു ഗ്രൂപ്പായിട്ട് കുട്ടികളെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് ആ ഒരു പ്രോബ്ലത്തിന് അവർ സ്വന്തമായിട്ട് പഠിച്ച് അതിനെ സോൾവ് ചെയ്യുന്നു. ഓക്കെ, സെൽഫ് സ്റ്റഡി ആൻഡ് സോൾവിങ് ദി പ്രോബ്ലംസ്. അടുത്ത പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിയൽ വേൾഡ് പ്രോബ്ലം കൊടുത്തിട്ട് അതിനെ അവർ സോൾവ് ചെയ്യുന്നു. സോ റിയൽ വേൾഡ് പ്രോബ്ലം സോൾവിങ് ഈസ് ഹൗ ദേ ലേൺ. അടുത്ത പിയർ ഷെയറിങ്. പിയർ ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ചിങ് ഐഡിയാസ് എന്ന് വെച്ചാൽ ക്ലാസ്മേറ്റ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ്മേറ്റ്സിന് പഠിപ്പിക്കുന്നു. സോ ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ എൻഹാൻസിങ് ദി ലേണിംഗ്. ഞങ്ങളൊക്കെ സ്റ്റുഡൻസ് ആയിരുന്നപ്പോൾ ക്ലിനിക്കിൽ ഫസ്റ്റ് ടൈം പോകുമല്ലേ, ഫസ്റ്റ് ഇയർ BSc നഴ്സിംഗിൻ്റെ സമയത്ത്. അപ്പോൾ നമ്മൾ തിരിച്ച് വന്നിട്ട് ഉച്ചയ്ക്ക് സമയത്ത് ഇതാണ് ജോലി, നമ്മൾ ഡിസ്കസ് ചെയ്യും. ഞാൻ ഇന്ന് ഈ കേസ് കണ്ടു, അയാൾ ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു. വി ആർ സോ എക്സൈറ്റഡ് ടു ഗോ ടു ദ ക്ലിനിക്സ് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ നമ്മൾ ആ കാണുന്ന കേസസ് ഒക്കെ അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ വി ലേൺ ലോട്ട് ഓഫ് തിങ്സ് ത്രൂ ദാറ്റ്. അപ്പോൾ നമുക്ക് ക്യൂരിയോസിറ്റി ഉള്ളതിൻ്റെ അടുത്ത ദിവസം നമ്മൾ പോകും ക്ലിനിക്സിൽ ആ പേഷ്യനെ കാണാനായിട്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് പിയർ ഷെയറിങ്. അടുത്തത് കേസ് സ്റ്റഡി. ഇത് പറയണ്ടല്ലോ, ഇഷ്ടം പോലെ എഴുതി മടുത്ത് കിടക്കുന്നതാണ്. സോ വി വിൽ ട്രൈ ടു അപ്ലൈ അവർ തിയറി വാട്ട് എവർ വി ഹാവ് ലേർൺഡ് ടു അനലൈസ് ദ കേസസ്. പിന്നുള്ളത് ജേർണലിംഗ്. ജേർണലിംഗ് എന്ന് എന്താ അറിയോ, ഞാനത് ഐ വുഡ് സജസ്റ്റ് യു ഗൈസ് ഡൂ ദിസ് ആക്ച്വലി ഡെയിലി ബേസിസ്. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് ലൈഫിൽ വരും. യുവർ ലൈഫ് വിൽ ബി ട്രാൻസ്ഫോംഡ്. ടേക്ക് ഇറ്റ് ഫ്രം മീ. സോ ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിഫ്ലക്റ്റീവ് റൈറ്റിംഗ്. നമ്മുടെ തന്നെ നമ്മൾ എഴുതും, ഒരു സാഹചര്യത്തിനെ പറ്റിയില്ല, ഒരു കേസിനെ പറ്റി തന്നെ നമുക്ക് എഴുതാം. അപ്പോൾ എഴുതുമ്പോൾ അത് എഴുതി വരുമ്പോൾ നമുക്ക് അതിനെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ് കൂടി വരും. ഇറ്റ് ഡീപ്പൻസ് അവർ അണ്ടർസ്റ്റാൻഡിങ്. സോ ദിസ് ഈസ് ഓൾസോ ആൻ ആക്റ്റീവ് മെത്തേഡ് ഓഫ് ലേണിംഗ്. ഡിബേറ്റും അറിയാലോ അല്ലേ, ഒരു വിഷയത്തെ പറ്റിയുള്ള പോസിറ്റീവും നെഗറ്റീവും നമ്മൾ സംസാരിക്കുന്നു. ഇത് ചെയ്യുന്ന എന്തിനാ, ക്രിട്ടിക്കൽ തിങ്കിങ് എൻകറേജ് ചെയ്യാൻ. അടുത്തത് ഗെയിമിംഗ്. ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഒരു ക്വിസ് ചെയ്തു എന്ന് വെച്ചോ, അപ്പോൾ നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കഴിഞ്ഞാൽ ഉടനെ ഒരു പോപ്പപ്പ് ഇങ്ങനെ ബലൂണും സ്റ്റാറും ഒക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വരുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് അതൊരു അല്ലെങ്കിൽ നമുക്ക് പോയിന്റ്സ് കളക്ട് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മളൊരു 80% കൂടുതൽ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെഡൽ പോലൊരു സാധനമൊക്കെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നതാണ്, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത്. അതാണ് ഗെയിമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇൻറ്ററാക്റ്റീവ് ഗെയിം ബേസ്ഡ് മെത്തഡ്. അതുപോലെ കഹൂട്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. കഹൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ലേണിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്. സോ അത് ഒരു ഗെയിമിംഗ് ഈ മെത്തേഡ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. ദെൻ ഇൻ്റർ പ്രൊഫഷണൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ പല ഹെൽത്ത് പ്രൊഫഷൻസും തമ്മിൽ ചേർന്നുകൊണ്ടുള്ളൊരു കൊളാബറേറ്റിംഗ് ലേണിംഗ് പ്രോസസ്സാണ്. നെക്സ്റ്റ് കമ്മിങ് ടു ക്ലിനിക്കൽ ടീച്ചിങ് സ്ട്രാറ്റജീസ്. ഇതും എഗെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ക്ലിനിക്കിൽ നമുക്ക് എങ്ങനെയെല്ലാം നഴ്സിംഗ് പഠിക്കാം. ഒന്ന് പേഷ്യൻ്റ് അസൈൻമെൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് MScയുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കാർഡിയോവാസ്കുലർ സിസ്റ്റം 3 സിസ്റ്റം ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട് ഫസ്റ്റ് സെമസ്റ്റർ. അപ്പോൾ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ കേസസ് നമുക്ക് പഠിക്കണം. അപ്പോൾ ICUലാണ് പോസ്റ്റിംഗ്, 3 മാസം ICUലാണ്. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്, കാർഡിയാക് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലായിരുന്നു പോസ്റ്റിംഗ്. അപ്പോൾ അവിടുത്തെ പേഷ്യൻസ് നമുക്ക് അസൈൻ ചെയ്ത് തരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ലേണിംഗ് നീഡ്സ് എന്താണ്, അഡ്വാൻസ് തെറാപ്പീസൊക്കെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് പേഷ്യൻ്റ് അസൈൻമെൻറ്റ്. സോ ഇവിടെ നമുക്ക് റിയൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടബിലിറ്റിയും കൂടും. പക്ഷേ ചിലപ്പോൾ ഇത് ടു കോംപ്ലെക്സും ആയി പോകാം. നമുക്ക് അത്രയ്ക്ക് ഒരു എക്സ്പോഷർ ഇല്ലെങ്കിൽ ദീസ് ബിക്കംസ് വെരി ഓവർവെൽമിങ്. സോ ടു കോംപ്ലെക്സ് നമുക്ക് തോന്നാം. പിന്നെ ക്ലിനിക്കൽ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് ക്ലിനിക്കൽ ഇഷ്യൂസിനെ പറ്റിയുള്ള ഡിസ്കഷനാണ്. MRSA പോസിറ്റീവായി ഒരുപാട് പേഷ്യൻസ്, ഉടനെ അതിനെ പറ്റിയൊരു ഡിസ്കഷൻ, ദാറ്റ് ഈസ് കോൾഡ് ക്ലിനിക്കൽ കോൺഫറൻസ്. അപ്പോൾ നമുക്ക് റിഫ്ലക്റ്റീവ് ലേണിങ്ങും പിയർ ലേണിങ്ങും ഒക്കെ എൻകറേജ് ചെയ്യാം. പക്ഷേ ചിലപ്പോൾ ഇത് മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ലാക്ക് ചെയ്യാം. ബെഡ് സൈഡ് പ്രസൻറ്റേഷൻ എന്താണ്, ഇതും നമ്മൾ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ ഒത്തിരി ചെയ്തിട്ടുള്ളത് അല്ലേ. ടീച്ചർ വരും, എന്നിട്ട് പേഷ്യൻ്റെ ഫ്രണ്ടിൽ വെച്ച് നമ്മളെ പഠിപ്പിക്കുന്നതാണ്, പേഷ്യൻ്റ് ബെഡ് സൈഡിൽ തന്നെ. അപ്പോൾ റിയൽ ടൈമായിട്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ടീച്ചർ ചോദിക്കും,
ഓക്കെ ഈ പേഷ്യൻറ്റിൻ്റെ ലങ് സൗണ്ട്സ് എങ്ങനെയുണ്ട്, അഡ്വൻറ്റിഷ്യസ് സൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കളത്തരത്തിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മാഡത്തിന് സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ റിയൽ ടൈം അസസ്മെൻറ്റ് അവിടെ പോസിബിളാണ്. പക്ഷേ പ്രശ്നം എന്താ, ചിലപ്പോൾ പേഷ്യൻറ്റിന് ദേഷ്യം വരും, ഓടിച്ചുവിടും നമ്മളെ, പേഷ്യൻ്റ് പ്രൈവസി ബ്രേക്കായി പോകും. അടുത്ത കേസ് സ്റ്റഡി, കേസ് പ്രസന്റ്, ഇതൊന്നും പറയണ്ടല്ലോ, ഇൻഡെപ്ത് അനാലിസിസ് ആണ്. ഇതെന്തിനാണ് ചെയ്യുന്നത്, നമ്മുടെ ക്ലിനിക്കൽ റീസണിങ് പ്രോബ്ലം സോൾവിങ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, പക്ഷേ ടൈം കൺസ്യൂമിങ് ആണ്. നഴ്സിംഗ് റൗണ്ട്സോ, ഒരു ബെഡിൽ നിന്ന് ഇന്നൊരു ബെഡിലോട്ട് ടീച്ചറും പിള്ളേരും എല്ലാം കൂടി പോകുന്നു, എന്നിട്ട് അവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ലേൺ ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു. പക്ഷേ ഭയങ്കര സ്പീഡിൽ ടീച്ചർ വന്ന് ഒരു മിന്നായം പോലെ പോവുകയാണെങ്കിൽ നമ്മളൊന്നും പഠിക്കത്തില്ല, ഇറ്റ് ബിക്കംസ് സൂപ്പർഫിഷ്യൽ. അടുത്ത കോൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ പടങ്ങൾ, വിഷ്വൽ കോൺസെപ്റ്റ്സ്, ഡയഗ്രംസ് വെച്ചിട്ട് അത് തമ്മിലുള്ള ലിങ്ക് നമ്മളിട്ടിട്ട് പഠിക്കുന്നതാണ് കോൺസെപ്റ്റ് മാപ്പിംഗ്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ അഡ്വാൻറ്റേജ് എന്താ, നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് വളരെ ഓർഗനൈസ്ഡ് ആയിരിക്കും. ഞാൻ പറയട്ടെ, വെൻ ഐ വാസ് എ സ്റ്റുഡൻറ്റ്, ദിസ് വാസ് ദി ബെസ്റ്റ് മെത്തേഡ് ഫോർ മീ, ഗോ ടു മെത്തേഡ്. എൻ്റെ കയ്യിൽ ഇപ്പോഴും ആ നോട്ട്സ് ഇരിപ്പുണ്ട്. ഒരു പേപ്പറിനെ A4 ഷീറ്റിന് ഇങ്ങനെ നടുക്ക് കൂടി ഇങ്ങനെ മടക്കി എടുക്കും. ഇപ്പം തന്നെ എൻ്റെ ടേബിളിൻ്റെ സൈഡിൽ തന്നെ ഇവിടെ ഉണ്ട്, കണ്ടോ, ജസ്റ്റ് ഞാൻ അവിടെ എഴുതി വെച്ച്, ഇങ്ങനെ ഒരു പേപ്പറിനെ ഇങ്ങനെ മടക്കി എടുത്തിട്ട്, ഇത് ഫുള്ള് പോയിന്റ്സാണ്, കാണാൻ പറ്റുക, ഇതിങ്ങനെ എഴുതിയാണ് അകത്തും ഉണ്ടോ, അകത്തും ഇവിടെ. ഇത് ചിലപ്പോൾ വേസ്റ്റ് പേപ്പറും ആയിരിക്കും, ഡബിൾ സൈഡഡ് പേപ്പറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കും. സോ അതിൽ കോൺസെപ്റ്റ് മാപ്പിംഗ് ആണ് ഫുള്ള് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് മിനിമം ടൈമിൽ മാക്സിമം റിവൈസ് ചെയ്യാനും പറ്റും, എല്ലാ കീ കോൺസെപ്റ്റും അതിനകത്ത് ഉണ്ടാവുകയും ചെയ്യും. സോ ദാറ്റ്സ് അബൌട്ട് കോൺസെപ്റ്റ് മാപ്പിംഗ്. ദെൻ പ്രോജക്റ്റ് വർക്ക്, നമ്മൾ തീസിസ് ചെയ്യില്ലേ, അതൊരു പ്രോജക്റ്റ്, അല്ലെങ്കിൽ ചിലപ്പം ടേം പേപ്പർ എഴുതാൻ പറയും. അങ്ങനത്തെ ഒക്കെ ക്ലിനിക്കൽ റിലേറ്റഡ് ടോപ്പിക്കിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നൊരു വർക്കാണ്. കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ പോവും, ഇൻഡിപെൻഡൻ്റ് ആണ്, കൂടുതൽ നമ്മൾ വായിക്കും. സോ എൻക്വയറി ഈസ് മോർ. ആൻഡ് ദിസ് ഇസ് ടൈം ബൗണ്ട്. ലൈക്ക് നമ്മളിപ്പം മാസ്റ്റേഴ്സിൻ്റെ തീസിസ് ചെയ്യണമെങ്കിൽ 6 months ആണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ടേം പേപ്പർ എഴുതണമെങ്കിൽ 6 മാസമാണ്. അപ്പോൾ അതിന് ടീച്ചേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് വളരെ ആവശ്യമാണ്. സോ ദീസ് ആർ ദ മെത്തേഡ്സ് ഓഫ് ക്ലിനിക്കൽ ടീച്ചിങ്. കോൺസെപ്റ്റ് മാപ്പിംഗ് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ആരോ ഇട്ട് എഴുതി പോകുന്നതാണ് കോൺസെപ്റ്റ് മാപ്പിംഗ്. ഓക്കെ, ഇതിനെയും പിന്നെ ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ചെയ്താൽ എന്ത് തരത്തിലുള്ള അരിത്മിയാണ്, ഇ സി ജി ചേഞ്ചസ് എന്തൊക്കെ വരാം, പെരികാർഡൈറ്റിസിന് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇങ്ങനെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ബിഗ് ആക്കിക്കൊണ്ട് പോകാം ഈ കോൺസെപ്റ്റ് മാപ്പിന്. അടുത്തത് ക്ലിനിക്കൽ ടീച്ചിങ് മെത്തേഡ്സിൽ ഡിബേറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഗെയിംസും ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ക്വിസും അതിനനുസരിച്ചുള്ള റിവാർഡ്സ് ഒക്കെ കൊടുക്കും, റോൾ പ്ലേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്ലിനിക്കൽ സിമുലേഷൻ എന്ന് പറയുന്നത് മാനിക്കിനിൽ ചെയ്യുന്നതാണ്. പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് നേരത്തെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം നമ്മൾ എടുത്തിട്ട് അതിന് റീസണിങ് ഒക്കെ ചെയ്ത് ടീം വർക്കൊക്കെ ചെയ്തിട്ട് ആ പ്രോബ്ലത്തിന് നമ്മൾ സോൾവ് ചെയ്യുന്നതാണ്. സോ ദിസ് ഈസ് എ വെരി സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് ആണ്. ഹയർ ലെവലിലൊക്കെ ഉള്ള സ്റ്റുഡൻസിന് നമുക്ക് ഇങ്ങനെ പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് നമുക്ക് ചെയ്യാം, ടീം വർക്കാണ്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഉണ്ടല്ലോ, ഇവിടെ ഒരു പേഷ്യൻ്റെ പ്രോബ്ലം ഉണ്ട്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനെ സോൾവ് ചെയ്യേണ്ടത്, നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് തീരുമാനിക്കും ഈ ഒരു ഗ്രൂപ്പ്. എന്നിട്ട് ഓരോരുത്തർക്കും ഓരോ ടാസ്ക് ഉണ്ടാവും. അങ്ങനെ അവരെല്ലാവരും കൂടി ചെയ്തിട്ട് പിന്നെ എല്ലാവരും കൂടെ വന്നിരുന്ന് ഡിസ്കസ് ചെയ്ത് പ്രോബ്ലത്തിന് എന്ത് സൊല്യൂഷൻ നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ള ഫൈനലി കൺക്ലൂഡ് ചെയ്യുന്നതാണ് ഈ സംഭവം. അപ്പോൾ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് ഒപ്പം തന്നെ എന്താണ്, ടീം വർക്കും കൂടെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ചുമ്മാ ആവത്തില്ല, പിള്ളേരെ മാത്രം വിട്ട് കഴിഞ്ഞാൽ അവർ തെക്കോട്ടും വടക്കോട്ടും പോകത്തേ ഉള്ളൂ. ഇതിന് ടീച്ചർ ഒരു നല്ല ഫെസിലിറ്റേറ്റർ ആയിട്ട് ഇരിക്കണം, അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല. ദാറ്റ്സ് എ പ്രോബ്ലം വിത്ത് ദറ്റ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യനിങ് എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കുക, ഓപ്പൺ എൻഡഡ് ആവാം, ക്ലോസ്ഡ് എൻഡഡ് ആവാം. ഓപ്പൺ എൻഡഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെങ്ങനെ വേണമെങ്കിലും ഉത്തരം പറയാം. നിങ്ങൾ ഇന്ന് രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുട്ട് കടല എന്ന് പറയാം, അപ്പം മുട്ടക്കറി എന്ന് പറയാം, എന്ത് വേണേലും പറയാം അല്ലേ. അതേസമയം നിങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിച്ചു, അതല്ലെങ്കിൽ ഞാൻ ഇല്ല, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതാണ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യനിങ്. സോ ക്വസ്റ്റ്യനിങ് ചോദിക്കുമ്പോൾ നമ്മൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ടീച്ചർ വന്ന് ക്ലിനിക്സിൽ വന്നിട്ട് നമ്മുടെ അടുത്ത് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതെന്താ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തിങ്കിങ് പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുവാണ്. പക്ഷേ ചില പിള്ളേർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പേടിയാവും. അപ്പം ഞാനൊക്കെ സ്കൂളിൽ ഇങ്ങനെയായിരുന്നു, ഇപ്പം ടീച്ചർ ചോദിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തല കുമ്പിട്ടിരിക്കുകയായിരുന്നു, ബിക്കോസ് ഐ വാസ് സോ സ്കെയർഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. അടുത്തത് റിട്ടേൺ അസൈൻമെൻറ്റ്. ഇത് നമുക്ക് പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമൊന്നും, നമ്മൾ ഇഷ്ടം പോലെ എഴുതിയിട്ടുള്ള കേസ് സ്റ്റഡി, കേസ് പ്രസൻറ്റേഷനൊക്കെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ നമ്മൾ പഠിച്ച തിയറീനെ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും, അതിനെ റീഇൻഫോഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ ഭയങ്കര ടൈം കൺസ്യൂമിങ് പിള്ളേർക്കും ടീച്ചർമാർക്കും. അതുകൊണ്ടാണ് രണ്ട് സൈഡിൽ നിന്ന് പ്രാക്ക് എന്തിനത് എഴുതുന്നു എന്ന് നമ്മൾ സ്റ്റുഡൻറ്റ് ലൈഫിൽ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്.
പ്രോസസ് റെക്കോർഡിംഗ് എന്താണ്? പ്രോസസ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് പേഷ്യൻറ്റും നഴ്സും തമ്മിലുള്ള ഇൻറ്ററാക്ഷനെ നമ്മൾ അങ്ങനെ എഴുതി വെക്കും, എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യുന്നു. ഇത് നമ്മൾ കൂടുതലും മെൻ്റൽ ഹെൽത്ത് ഏരിയയിലാണ്, മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗിലാണ് കൂടുതൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ ബിൽഡ് ചെയ്യും, പിന്നെ പക്ഷെ എഗെയിൻ ടൈം കൺസ്യൂമിങ്. സോ ദീസ് ആർ ദ മെത്തേഡ്സ് ഓഫ് ക്ലിനിക്കൽ ടീച്ചിങ്. ഓക്കെ, ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ. സോ അത്രയും ഞാൻ ഡെപ്തിൽ പോയിട്ടുണ്ട്, പക്ഷേ അത്രയും സിമ്പിളായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ് നമ്മുടെ ടെക്നോളജി അല്ലെങ്കിൽ ടീച്ചിങ് മീഡിയ മെത്തേഡ്സ് അല്ല, മീഡിയ എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്ന് പറയും. അതിന് നമുക്ക് സ്റ്റിൽ വിഷ്വൽസ് ഉണ്ട്, അതിൽ തന്നെ പ്രൊജക്റ്റഡും ഉണ്ട്, നോൺ പ്രൊജക്റ്റഡ് ഉണ്ട്. നോൺ പ്രൊജക്റ്റഡ് സ്റ്റിൽസ് എന്ന് പറയുന്നത് പിക്ചേഴ്സ് ഒക്കെ അല്ലേ, ചാർട്ട്സ്, ഡയഗ്രം, ബുള്ളറ്റിൻ ബോർഡ്, കാർട്ടൂൺസ്, അങ്ങനെ ബ്രോഷേഴ്സ്, ഇതൊക്കെയാണ് നോൺ പ്രൊജക്റ്റഡ്. അപ്പോൾ ഇത് എളുപ്പത്തിൽ നമുക്കുണ്ടാക്കാം. പണ്ടൊക്കെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളൊക്കെ മാസ്റ്റേഴ്സ് ലാസ്റ്റ് സെമ്മിലായപ്പോഴാണ് ഈ പ്രൊജക്റ്റഡ് വിഷ്വൽ മീഡിയ ഒക്കെ വന്നത്, LCD പ്രൊജക്ടർ ആ സമയത്താണ്. അപ്പം അല്ല, അതിനു മുമ്പ് നമുക്ക് ഇതുണ്ടായിരുന്നു, എന്താണ്, OHP ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പവർ പോയിന്റ് സ്ലൈഡ്സ് ഒന്നും അന്നില്ല, OHP മാത്രം. അപ്പോൾ അതൊരു പ്രൊജക്റ്റഡ് മീഡിയ. ബട്ട് വി വെർ യൂസിങ് മോസ്റ്റ്ലി ചാർട്ട്സ് ആണ്, ചാർട്ട്സും ഡയഗ്രാംസും ഒക്കെയാണ്. സോ അത് ഈസി ടു പ്രിപ്പയർ ചെയ്യണം, കോസ്റ്റ് എഫക്റ്റീവാണ്. നമുക്ക് പടങ്ങളൊക്കെ ഇലസ്ട്രേറ്റ് ചെയ്യാനായിട്ട് അത് നല്ലതായിരുന്നു. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കാണിച്ച് പോകും. സോ ദർ ഇസ് ലെസ് എൻഗേജ്മെൻറ്റ്. പ്രൊജക്റ്റഡ് വിഷ്വൽസ് ആണെങ്കിൽ പ്രൊജക്റ്റഡ് വിഷ്വൽസിൽ OHPയും മറ്റേ LCD പ്രൊജക്ടറും ഫിലിം സ്ട്രിപ്സും ഒക്കെ ഉള്ളത്. സോ അത് കുറച്ചും കൂടി എൻഗേജിങ്, നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ്, സിനിമ കാണുന്ന പോലെ നമ്മൾ കാണും. അപ്പോൾ വിസിബിലിറ്റി കൂടും, വലിയ ഗ്രൂപ്പിനും നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെൻറ്റും പവറും ഒക്കെ വേണം. അടുത്തത് മൂവിങ് വിഷ്വൽസ്. മൂവിങ് വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമ, വീഡിയോ ക്ലിപ്പ് ഒന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല. അഡ്വാൻറ്റേജ് എന്താണ്? എൻഗേജ്മെൻറ്റ് കൂടുതലായിരിക്കും. അത് പക്ഷേ ഇൻറ്ററാക്റ്റീവ് അല്ലെങ്കിൽ ഉറങ്ങിയും പോകാം, പാസീവ് ആവാം. അടുത്ത എന്താ? റിയാലിയ അല്ലെങ്കിൽ മോഡൽസ് ഉണ്ടാവുമല്ലോ, റിയൽ ഒബ്ജക്ട്സ്, ഇൻസ്ട്രുമെൻറ്റ്സോ മോഡൽസോ അനാറ്റമിക്കൽ മോഡൽസ്, മാനിക്കൻസ് ഒക്കെയാണ്. അപ്പോൾ ഇതെന്തിനാ? ഹാൻഡ്സ് നമുക്ക് ടച്ച് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാനാണ്. പക്ഷേ ഇതും കോസ്റ്റ്ലിയാണ്, സ്റ്റോറേജ് ഒക്കെ ഒരു പ്രശ്നമാണ്. അടുത്ത ഓഡിയോ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓഡിയോ ടേപ്സ് മാത്രം, റേഡിയോ, ഡിജിറ്റൽ ഓഡിയോ ഫയൽസ്, പബ്ലിക് അഡ്രസ്സിങ് സിസ്റ്റം, അതൊക്കെ. അപ്പോൾ ചില ആൾക്കാർ പെർട്ടിക്കുലർലി ഓഡിറ്ററി ലേണേഴ്സ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, സമ്മർ വിഷ്വൽ ലേണേഴ്സ്, സമ്മർ ഓഡിറ്ററി ലേണേഴ്സ്, കേട്ട് പഠിക്കുന്നതാണ് ചിലർക്ക് ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലതാണ്, കാരണം അവിടെ പക്ഷേ വിഷ്വൽസ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. പിന്നെ ഇലക്ട്രോണിക്, ഇപ്പോൾ ഇത് തന്നെയാണ്, ഇലക്ട്രോണിക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് മീഡിയ. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഇതും ഒരു യൂട്യൂബ് എന്ന് പറയുന്നത് ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് മീഡിയ തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇൻറ്ററാക്റ്റീവാണ്, കുറച്ചും കൂടെ നമുക്ക് എൻഗേജിങ് ആയിരിക്കും, ആൻഡ് സെൽഫ് പേസ്ഡ് ആണ് അല്ലേ. നിങ്ങൾക്ക് എപ്പോൾ വേണേലും ഈ ലെക്ചർ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകാം, എന്നിട്ട് വീട്ടിലെ കൈയൊക്കെ നോക്കിയിട്ട് യു ക്യാൻ കം ബാക്ക് എനി ടൈം. സോ ഇറ്റ് ഈസ് ഓൾവേസ് ദെയർ. സോ ദാറ്റ് ഈസ് സെൽഫ് പേസ്ഡ്. പക്ഷേ ഇറ്റ് ഓൾസോ റിക്വയർസ് ഡിജിറ്റൽ ലിറ്ററസി. ആൻഡ് ഇന്നിപ്പം ഇതില്ലാത്ത, യൂട്യൂബ് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാത്തവരായിട്ട് ആരും ഇല്ലാന്ന്. പിന്നെ ഇൻ്റർനെറ്റിൻ്റെ അവൈലബിലിറ്റിയും ഉണ്ടാവണം. ദെൻ ലാസ്റ്റ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ദൂരെ ഇരുന്നുകൊണ്ട് കേബിൾ TV വഴിയോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ചാനൽസ് വഴിയോ ഒക്കെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലെക്സിബിളാണിത്, നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാമല്ലോ. ഒത്തിരി റിമോട്ടായിട്ടുള്ള ഏരിയാസിൽ, ഇപ്പോൾ കേരളത്തിൽ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഇല്ല, പക്ഷേ നമ്മൾ നോർത്തിലോട്ടൊക്കെ പോകുമ്പം ഒന്നും എന്താ പറയുക, ഒരു ഡെവലപ്മെൻറ്റും ഇല്ലാതെ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷന് പോലും ബുദ്ധിമുട്ടുന്ന സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള റിമോട്ട് ഏരിയാസിലൊക്കെയും നമുക്ക് ഈ സാറ്റലൈറ്റ് ക്ലാസ്സസൊക്കെ ഹെൽപ്ഫുൾ ആവാം. അത്ര റിമോട്ടായിട്ടുള്ള സ്ഥലത്ത് ചിലപ്പോൾ ഇൻ്റർനെറ്റിൻ്റെയും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ദറ്റ് ഈസ് വൺ പ്രോബ്ലം വിത്ത് ദിസ് internet-based education. So there is less personal interaction and technical issues will be there. അടുത്തത് അസസ്മെൻറ്റ് മെത്തേഡ്. അപ്പം ഒത്തിരി ആയല്ലേ, സാച്ചുറേറ്റഡ് ആയെന്ന് തോന്നുന്നു. പക്ഷേ ഇതിനപ്പുറത്തേക്ക് എഡ്യൂക്കേഷന് ഐ ഡോണ്ട് തിങ്ക് ദർ കുഡ് ബി എനി അതർ ഏരിയാസ് ഫ്രം വെയർ ദേ കൻ ആസ്ക് ക്വസ്റ്റ്യൻസ്. ഇത് കംപ്ലീറ്റ് ആയിട്ടും ഫുൾ സിലബസ് എൻറ്റയർറ്റിയിൽ കവർ ചെയ്തിട്ടുണ്ട്. സോ if you like the video, please do like, share and subscribe, and also please share it to others who are in need. നമ്മൾ നോളജ്
പങ്കുവെച്ചാൽ മാത്രമേ അത് കൂടുകയുള്ളൂ, അതൊരിക്കലും കുറയില്ല. So share it with somebody whom you know, so they will also be benefited and you will also be benefited for your kindness. All right, assessment method ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. essay questions എങ്ങനെ നമുക്ക് അസസ് ചെയ്യാം ഒരു സ്റ്റുഡൻറ്റിനെ? essay questions എന്ന് പറയുന്നത് ധാരാളം എഴുതാനുള്ളതാണ്, റിട്ടേൺ റെസ്പോൺസസ് വേണം. ഇതെന്താണ് നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ എങ്ങനെ വരാമെന്ന് വെച്ചാൽ, which of the following assessment method tests the depth of knowledge? ഓർ അങ്ങനെ ചോദിക്കാം. അതല്ലെങ്കിൽ essay type question, what is the disadvantage? It is time consuming, അല്ലേ? ഒത്തിരി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർമാർക്ക് അത്രയും സമയം എടുക്കും കറക്റ്റ് ചെയ്യാൻ. അടുത്ത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിലാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ആൻസേഴ്സ് മതി, പ്രിസൈസ് ആൻസേഴ്സ്. ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റുഡൻറ്റിന് എത്രയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി, എത്ര അവർക്ക് റീകോൾ ചെയ്യാൻ പറ്റി എന്ന് അറിയാനാണ് നമ്മൾ ഈ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ കൊടുക്കുന്നത്. അപ്പോൾ പക്ഷെ നമുക്ക് ഹയർ ഓർഡർ തിങ്കിങ് ഒന്നും നമുക്കതിൽ നിന്നും മനസ്സിലാവില്ല. കുട്ടികൾക്ക് ഓർക്കാൻ കഴിവുണ്ടെങ്കിൽ ദേ വിൽ ബി ഏബിൾ ടു റൈറ്റ് ദിസ്, ബട്ട് ക്രിട്ടിക്കൽ തിങ്കിങ് അങ്ങനെ കൊണ്ടുവന്ന് നമുക്കിതിനകത്ത് നോക്കാൻ പറ്റില്ല. MCQs ആണെങ്കിലോ MCQs അതെല്ലാവരും ഫെമിലിയർ അല്ലേ. അപ്പോൾ ക്വിക്കാണ് സ്കോർ ചെയ്യാൻ, പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ ഇവിടെയും ചുമ്മാ എന്താ പറയുക, ഫ്ലൂക്കിനും നമുക്ക് MCQ ചിലപ്പം കറക്റ്റായിട്ട് കിട്ടും. ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്ങിന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചില ക്വസ്റ്റ്യൻസ് MCQവിൽ തന്നെ മൾട്ടിപ്പിൾ റെസ്പോൺസ്, ഇപ്പോഴത്തെ NCLEX ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരും, മൾട്ടിപ്പിൾ റെസ്പോൺസസ് ആണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, ഗസ്സിങ് അതിൻ്റെ ഒരു പോസിബിലിറ്റി മാറിക്കിട്ടി. ചുമ്മാ കറക്കി കുത്തി ആൻസർ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ. പക്ഷേ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്, സ്കോർ ചെയ്യാനും അതുപോലെ പാടാണ്. പിന്നുള്ളത് എന്താ, ഒബ്സർവേഷൻ ചെക്ക് ലിസ്റ്റ്. ഇതും നമ്മൾ നഴ്സിംഗിൽ നമ്മൾ ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഡെമോൺസ്ട്രേഷനൊക്കെ ചെയ്യുമ്പം ഇപ്പോഴത്തെ ടീച്ചർ നിന്നിട്ട് പ്രാക്ടിക്കൽ സ്കിൽസ് അങ്ങനെയല്ല അസസ് ചെയ്യുന്ന, ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും, അതിനകത്ത് സ്കോർ ചെയ്ത് പോകും. അപ്പോൾ സ്ട്രക്ചേർഡ് ആണ്, പിന്നെ ഫീഡ്ബാക്ക് കിട്ടും. പക്ഷെ ഇവിടെയും സബ്ജക്റ്റീവ് വൈസ് ഭയങ്കരമായിട്ടുണ്ട് അല്ലേ. ടീച്ചറിന് ചിലപ്പോൾ ഒരു കുട്ടിയുടെ അടുത്ത് ഇഷ്ടമുണ്ടെങ്കിൽ 4-5 കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആൻഡ് ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെന്താ, റിട്ടേൺ കമ്മ്യൂണിക്കേഷൻസ് ലൈക്ക് യു ക്യാൻ കെയർ പ്ലാൻസ് ഒക്കെ നമ്മൾ എഴുതി അതിനൊക്കെ മാർക്ക് മേടിച്ച് അതിന് നമ്മൾ ഇൻറ്റേർണൽ അസസ്മെൻറ്റിലൊക്കെ കൂട്ടി ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഡോക്യുമെൻറ്റേഷൻ ആണ്, അല്ലെങ്കിൽ നമ്മുടെ റൈറ്റിംഗ് സ്കിൽസും തിങ്കിങ് സ്കിൽസും ആണ് അവിടെ നോക്കുന്നത്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അഗെയിൻ ഇറ്റ്സ് ടൈം കൺസ്യൂമിങ്. പിന്നെ ഓറൽ എക്സാമിനേഷൻ, അത് നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, ബട്ട് ഞങ്ങളൊക്കെ ഫസ്റ്റ് ഇയർ BSc നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് 5 ഓറൽ എക്സാമിനേഷനാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഇയർ തന്നെ. അനാറ്റമിക്ക് ഓറൽ, ഫിസിയോളജിക്ക് ഓറൽ, മൈക്രോബയോളജി, കമ്മ്യൂണിറ്റി ഹെൽത്ത്, ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ്, ഇങ്ങനെ 5 സബ്ജക്ട്സിൻ്റെ വൈവ ഉണ്ടായിരുന്നു. അതും മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിൻ്റെ ഫ്രണ്ടിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ അസസ് ചെയ്യുന്നത്, പ്ലസ് എന്താണ് നമ്മുടെ നോളജും റീസണിങ്ങും. സോ ക്വിക്ക് ഫീഡ്ബാക്ക് ആണ് അത്. പെട്ടെന്ന് തന്നെ ഒരു കുട്ടിക്ക് എത്ര പെർഫോം ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാവും. അഗെയിൻ ഇറ്റ് കോസസ് ആങ്സൈറ്റി. ഇത് ഭയങ്കരമായിട്ട് നമ്മൾ വി ഹാവ് അണ്ടർഗോൺ ദിസ് ഫസ്റ്റ് ഇയർ BSc നഴ്സിംഗ്, ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. സോ ഇറ്റ് ഗിവ്സ് ലോട്ട് ഓഫ് ആങ്സൈറ്റി. പിന്നെയുണ്ട് ഒരുപാട് അസസ്മെൻറ്റ് മെത്തേഡ്സ്. സിമുലേഷൻ മാനിക്കിൻസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഇതൊന്നും ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല, അത്യാവശ്യം നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ സംസാരിക്കാം. ഓസ്കി ആണ് ഇപ്പോൾ നിലവിൽ പുതിയ INC സിലബസ് പ്രകാരം ഓസ്കി മെത്തേഡാണ് അസസ്മെൻറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഓരോ കുഞ്ഞു സ്റ്റേഷൻസ് ആയിട്ട് നമ്മൾ വെച്ചിട്ട് ഓരോ സ്റ്റേഷനിൽ ഓരോ തരത്തിലുള്ള ക്ലിനിക്കൽ സ്കിൽസ് നമ്മൾ മെഷർ ചെയ്യുന്നു. ചില സ്റ്റേഷൻസിൽ ഡ്രഗ് കാൽക്കുലേഷൻ ആയിരിക്കും, ഇന്നൊരു സ്റ്റേഷനിൽ IV ഫ്ലൂയിഡ് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും, അങ്ങനെ. ഓക്കെ, അതാണ് ഓസ്കി, ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ. കുഞ്ഞു ടൈമുണ്ട് അതിന്, നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ സമയം എടുക്കാൻ പറ്റില്ല. ഓരോ സ്റ്റേഷനും 4 മിനിറ്റ് അങ്ങനെ ടൈം വെച്ചിട്ടാണ് അത് ചെയ്യുക. സെൽഫ് ഇവാലുവേഷൻ എന്താ, ഞാൻ തന്നെ എൻ്റെ ഇവാലുവേഷൻ, ഇതൊക്കെ നമ്മൾ സ്റ്റുഡൻറ്റ് ലൈഫിൽ ഇഷ്ടംപോലെ ചെയ്തിട്ടുള്ള ഓരോ സബ്ജക്റ്റ് ഓരോ കോഴ്സ് കഴിയുമ്പോൾ നമുക്ക് ഇവാലുവേഷൻ എഴുതേണ്ടി വരും. സെൽഫ് ഇവാലുവേഷൻ, ഞാൻ എന്തൊക്കെ പഠിച്ചു. സോ ഇതാണ് ഒരു, നേരത്തെ ഞാൻ ജേർണലിംഗ് എന്ന് പറഞ്ഞില്ലേ, ജേർണലിംഗ് ഒരു സെൽഫ് റിഫ്ലക്ഷൻ ആണ് അവിടെ. പിന്നെ ഉള്ളത് ക്ലിനിക്കൽ ലോഗ്. ഞങ്ങൾ ക്ലിനിക്കൽ ഡയറി എന്ന് തന്നെ പറയും. അന്ന് ചെയ്തതും കണ്ടതും കേട്ടതും ഒക്കെ നമ്മൾ അതിനകത്ത് എഴുതി വെക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഒരു ലേണിംഗ് വെച്ചാൽ ഡയറി എഴുതുന്ന പോലെ തന്നെ കണ്ടിന്യൂസ് ആയി നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളതിനെ പറ്റിയുള്ളൊരു വ്യക്തമായ ധാരണ നമുക്ക് കിട്ടും. അഗെയിൻ ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. പിന്നെ ആറ്റിറ്റ്യൂഡ് സ്കെയിൽസ് ഉണ്ട്, ഓരോരുത്തരുടെ പ്രൊഫഷണൽ ബിഹേവിയേഴ്സ് എങ്ങനെയാണ്, ഇത് ടീച്ചർ ചെയ്യും.
നമ്മളെങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്, അവരോട് എങ്ങനെ സംസാരിക്കുന്നു, റെസ്പെക്റ്റ് ഉണ്ട്, അതുണ്ട്, പ്രൊഫഷണലിസം. കോട്ട് എല്ലാ ദിവസവും നല്ല നല്ല വെളുത്തിരിക്കണം, പ്രസ് ചെയ്തിട്ടുണ്ടാവണം, അങ്ങനെയൊക്കെ. സോ ദറ്റ് ഈസ് അതെല്ലാം ആറ്റിറ്റ്യൂഡ് സ്കെയിൽസ് വെച്ചിട്ട് അവർ സ്കോർ ചെയ്ത് വിടും. പിന്നെ ഇൻ്റർപ്രറ്റീവ് ക്വസ്റ്റ്യൻസ് നമുക്ക് കേസ് സ്റ്റഡീസ് ഒരു എക്സാമ്പിളാണ്. നമ്മുടെ അനാലിസിസ് ചില എന്നുവെച്ചാൽ എങ്ങനെ പറയാം, നമ്മുടെ MCQവിൽ ഒരു കേസ് തരുമല്ലോ, ഒരു ഷോർട്ട് കേസ് തന്നിട്ട് പേഷ്യൻ്റെ ഡേറ്റ ഒക്കെ തരും, എന്നിട്ട് ഒരു 4-5 ക്വസ്റ്റ്യൻ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കും. അതാണ് ഇൻ്റർപ്രറ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. NCLEX മോഡൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അവിടെ അനലിറ്റിക്കൽ സ്കിൽസാണ് അസസ് ചെയ്യുന്നത്. എഗെയിൻ ഇത് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഹോട്ട്സ്പോട്ട് ക്വസ്റ്റ്യൻസ്, ഇതും നോർസെറ്റിൻ്റെ ക്വസ്റ്റ്യൻ മോഡൽ ഇങ്ങനെ ഈ ഹോട്ട്സ്പോട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും. ഒരു ഇമേജ് തന്നിട്ട്, നമ്മൾ ചിലപ്പോൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, ഒരു ഇമേജ് തന്നിട്ട് ഇതെന്താണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ യൂസ് എന്താണെന്ന് ചോദിക്കും. അങ്ങനെ അപ്പോൾ വിഷ്വലി നമുക്കൊരു സാധനത്തിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പിന്നെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, ഇതൊക്കെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടെസ്റ്റ് ഉണ്ടല്ലോ, അതിലൊക്കെയാണ് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പം നമ്മുടെ ഒരു പർട്ടിക്കുലർ നമ്മുടെ എൻഗേജ്മെൻറ്റ്, സ്റ്റുഡൻറ്റ് എൻഗേജ്മെൻറ്റ്, അതുപോലെ നമ്മുടെ ഒരു പർട്ടിക്കുലർ നോളജിനെയും ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇത് വളരെ നല്ലതാണ്. പക്ഷേ നമുക്ക് അതിനുള്ള ടെക്നിക്കൽ സപ്പോർട്ടും വേണം. സോ ദീസ് ആർ ദ അസസ്മെൻറ്റ് മെത്തേഡ്സ്. എങ്ങനെയൊക്കെ നമ്മൾ നഴ്സിംഗിൽ നമുക്ക് ക്ലിനിക്കലിയും തിയറിറ്റിക്കലി നമ്മൾ അസസ് ചെയ്യാം എന്നുള്ളതാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഇതിലപ്പുറത്തേക്ക് ഇനിയൊരു അസസ്മെൻറ്റ് മെത്തേഡ് ഇല്ല, ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ മതി, ധാരാളം. ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ഈസ് കൗൺസിലിംഗ്. ഇത് സിലബസ് പ്രകാരം കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കും കൂടെ ഉള്ളതുകൊണ്ട് ഞാനിവിടെ പറയുകയാണ്. അപ്പോൾ നിങ്ങളിവിടെ അറിയാനുള്ളത് ഗൈഡൻസും കൗൺസിലിങ്ങും തമ്മിലുള്ള വ്യത്യാസമാണ്. ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചുമ്മാ ഇരുന്ന് അഡ്വൈസ് കൊടുക്കുക, ജനറൽ അഡ്വൈസ്, ജി. ഓക്കെ, ജനറൽ അഡ്വൈസ്. പക്ഷെ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഫോക്കസ്ഡ് ആണ്, അതും സൈക്കോളജിക്കലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ സൈക്കോളജീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് കൗൺസിലിംഗ്. Okay, so it is a confidential process to help a person to explore his concerns and make decisions. So what are the purpose of giving counseling? നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ, പിന്നെ അതുപോലെ തന്നെ ഇമോഷണൽ സപ്പോർട്ട്, ഇമോഷണൽ ഹെൽത്തിന് വേണ്ടുന്ന സപ്പോർട്ട്, അതുപോലെ ഗ്രോത്ത് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. നോക്കൂ, ചില സമയത്ത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു രണ്ടാമതൊരു സെക്കൻഡ് ഒപ്പീനിയൻ ആവശ്യമായിട്ട് വരും അല്ലേ. ചിലപ്പോൾ നമ്മുടെ വീട്ടുകാരോട് നമ്മൾ ചോദിക്കും, നമ്മുടെ അച്ഛനമ്മയോ, അവർക്ക് പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ അതുപോലെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അതുപോലത്തെ സാഹചര്യത്തിൽ കൂടെ പോകുന്ന മറ്റൊരാളോട് നമ്മളത് ഡിസ്കസ് ചെയ്യും. ആൻഡ് വാട്ട് എവർ interactions that is happening will help you to make a proper decision. അതാണ് ശരിക്കും പറഞ്ഞാൽ കൗൺസിലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതൊരു പ്രൊഫഷണൽ തന്നെ ആവണമെന്നൊന്നുമില്ല, ഇറ്റ് കുഡ് ബി യുവർ ഫ്രണ്ട് ഓൾസോ. ഓക്കെ, സോ എന്തും കൗൺസിലിങ്ങിൻ്റെ അടിയിൽ വരും. അക്കാഡമിക് കൗൺസിലിംഗ് ആവാം, കരിയർ കൗൺസിലിംഗ് ആവാം, നമ്മുടെ ബിഹേവിയറൽ ഇഷ്യൂസിനുള്ള കൗൺസിലിംഗ് ആവും, എനിത്തിങ്. ആൻഡ് വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ്? ഇത് ഓർത്ത് വെക്കുക. You should be, if you are doing counseling, you should maintain the confidentiality. ഒരാളുടെ കാര്യം കേട്ടിട്ട് ഇന്നൊരുത്തൻ്റെ അടുത്ത് പോയി പറയരുത്. Empathy, understand their feelings, put yourself into their shoes and understand their feelings. Individualization, ഓരോരുത്തർക്ക് ഓരോ തരത്തിലാണ്. ഇപ്പം മറ്റേ ആൾക്ക് വർക്കൗട്ട് ആയത് ഇയാൾക്ക് വർക്കൗട്ട് ആവണമെന്നില്ല. ആൻഡ് it should be done voluntarily and non-judgmental. ഒരിക്കലും അവരെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് പല തരത്തിൽ കൗൺസിലിംഗ് ചെയ്യാം, ഇൻഡിവിജ്വലും ഗ്രൂപ്പായിട്ടും ചെയ്യാം, ഡയറക്റ്റീവ്, നോൺ ഡയറക്റ്റീവ്, അക്കാഡമിക്, കരിയർ, പേഴ്സണൽ, എനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൗൺസിലിംഗ്സ് അതെ. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൗൺസിലിങ്ങിന് പോകുമ്പോൾ ആദ്യം തന്നെ ഇവരുമായിട്ട് നമ്മളൊരു റാപ്പോ വെക്കണം. ഇതിപ്പോൾ നമ്മളിവിടെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ്റെ കൗൺസിലിങ്ങിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, സൈക്കാട്രിയിലും ഉണ്ട് കൗൺസിലിംഗ്, അത് വരെ ഈ സ്റ്റെപ്സ് ഒക്കെ തന്നെയാണ്, പക്ഷെ കുറച്ച് വ്യത്യാസം അവിടെ വരും. അപ്പോൾ വി ആർ നൗ ടോക്കിംഗ് അബൌട്ട് എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ്. അപ്പോൾ ആദ്യം തന്നെ സ്റ്റുഡൻ്റ് ഒരു നല്ല റാപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, എന്നിട്ട് അവരുടെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് ഗോൾ സെറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇതാണ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഓൾട്ടർനേറ്റീവ്സിനെയും എക്സ്പ്ലോർ ചെയ്യുക. നമ്മുടെ നഴ്സിംഗ് കെയർ പ്ലാൻ എഴുതുന്ന പോലെ തന്നെയാണ്. അപ്പോൾ എല്ലാം പ്ലാൻ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് വർക്കൗട്ട് ചെയ്യുന്ന 4-5 കാര്യങ്ങൾ ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, എന്നിട്ട് പിന്നെ ഫോളോ അപ്പ് ചെയ്യുക. സോ ഇത്രയും സ്റ്റെപ്സാണ് കൗൺസിലിംഗ് പ്രോസസ്സിലുള്ളത്. ഇനി നിങ്ങളൊരു എഡ്യൂക്കേഷണൽ കൗൺസിലർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽ ഉണ്ടാവണം? നിങ്ങളും ആദ്യം ചെയ്യാനുള്ള എന്താണ്?
മര്യാദയ്ക്ക് കേൾക്കുക, നല്ലൊരു കേൾവിക്കാരിയാവുക. ആക്റ്റീവ് ലേണിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെയോ എംപതി, അത് പിന്നെ നഴ്സുമാരുടെ കൂടെ പിറപ്പ് തന്നെയാണല്ലോ. എംപതി എപ്പോഴും ഉണ്ടായിരിക്കണം. ക്വസ്റ്റ്യനിങ്, എവിടെയാണ് വേണ്ടടുത്ത് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാനും അറിഞ്ഞിരിക്കണം. പാരാഫ്രേസിങ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന, സ്റ്റുഡൻറ്റ് പറയുന്ന കാര്യം അത് തന്നെ നമ്മൾ തിരിച്ച് വേറൊരു നമ്മുടെ വാക്കുകളിൽ നമ്മൾ തിരിച്ചങ്ങോട്ട് പറയുന്നതാണ് പാരാഫ്രേസിങ്. എന്നിട്ട് ലാസ്റ്റ് അത് സബ്മറൈസ് ചെയ്യണം, പറഞ്ഞതെല്ലാം സമ്മറൈസ് ചെയ്യാൻ അറിയണം. പിന്നെ വേണ്ടടുത്ത് വായും വെച്ചുകൊണ്ട് മിണ്ടാതിരിക്കാനും അറിയണം. സൈലൻസ് ഇസ് ഓൾസോ ഗോൾഡൻ അറ്റ് ടൈംസ്. സോ യു ക്യാൻ, ഇപ്പോൾ നിങ്ങളൊരു കൗൺസിലാണെങ്കിൽ നിങ്ങൾ ഗൈഡൻസ് കൊടുക്കാം, കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാം, റെഫറൽസ് ചെയ്യാം, അഡ്വക്കസി, ഇതൊക്കെയാണ് നിങ്ങളുടെ റോള്. സോ അതെല്ലാം പറഞ്ഞു. പിന്നെ കോമൺ ഇഷ്യൂസ് എന്താണ്, സ്റ്റുഡൻസിന് കൗൺസിലിംഗ് വേണ്ടുന്ന സ്ഥലങ്ങൾ ഏതാണ്? എക്സാം സ്ട്രെസ്സാണ്. അത് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വാട്ട് യു ആർ ഗോയിങ് ത്രൂ ഇസ് ഈ ഒരു സ്റ്റേജ് എക്സാം സ്ട്രെസ്സാണ്. അപ്പം ഞാനിവിടെ കൗൺസിലറിൻ്റെ റോളിലാണ് ഞാനും ഇരിക്കുക. അതുകൊണ്ടാണ് എനിക്ക് ആ ടോപ്പിക് ഇട്ട് തരും, ഈ ടോപ്പിക് ഇട്ട് തരുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ ഓവർനൈറ്റൊക്കെ ഇരുന്ന്, ഞാൻ ഇന്നലെ 2 മണിയായി ഉറങ്ങിയപ്പോൾ. സോ ഇങ്ങനെ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് തരുന്നത് അതുകൊണ്ടാണ്. സോ മൈ റോൾ റൈറ്റ് നൗ ഇസ് ടു സപ്പോർട്ട് യു, ടു കൗൺസിൽ യു and to ease your journey, to reduce the exam stress. പിന്നെ ഫാമിലി പ്രഷേഴ്സ് ഉണ്ടാകും, ചിൽഡ്രൻ ബ്രോക്കൺ ഫാമിലി എന്നൊക്കെ ആണെങ്കിൽ പിന്നെ ക്ലിനിക്കിൽ പോകുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും. അത് ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേ പിള്ളേർക്ക് ഇതുണ്ടായിരുന്നു. ഫസ്റ്റ് ഇയറിൽ ക്ലിനിക്കിൽ പോകാനും പേഷ്യനെ കാണാനും ഒക്കെ പേടി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി, പിയർ കോൺഫ്ലിക്റ്റ്, കരിയർ ഡൗട്ട്സ്. ഞാനിനി നഴ്സിംഗ് പഠിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇങ്ങോട്ട് പോകും, ഇപ്പോൾ എല്ലാം ഫോറിൻ കൺട്രീസൊക്കെ വാതിലടച്ചിരിക്കും അല്ലേ, ഇനി പിന്നെ ഞാനിനി എന്ത് ചെയ്യും? ചുമ്മാ പോയി OET എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആൾക്കാർ എഴുതിക്കൊണ്ടിരിക്കും. OET എഴുതിയവരൊക്കെ എക്സ്പയർ ആയിട്ടിരിക്കുന്നു, എന്നാലും പിന്നെയും പോയി എഴുതും. പിള്ളേർക്ക് ആർക്കും അറിയത്തില്ല എന്താണ് കറണ്ട് സെനാരിയോ എന്നുള്ളത്. കരിയർ ഡൗട്ട്സുകൾ എല്ലാവർക്കും ഉണ്ടാവും. പിന്നെന്താ, ബേൺ ഔട്ട്. ഇപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ഈ ഒരു അവസ്ഥയിലായിരിക്കും. ബേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യണം, ഡ്യൂട്ടി ഉണ്ട്, കുട്ടികളെ നോക്കണം, വീട്ടിൽ കഞ്ഞിയും കറിയും വെക്കണം, പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ DMEയുടെ പരീക്ഷയ്ക്ക് പഠിക്കണം, എന്തെല്ലാം ചെയ്യുമല്ലോ ഒരൊറ്റ ആള്. അതാ അവസാനമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തകർന്ന് ഇമോഷണലി, മെൻ്റലി, ഫിസിക്കലി ഒക്കെ ഡ്രെയിൻ ആവും. അതാണ് ബേൺ ഔട്ട്. Okay, so this is in short about counseling. So if you like the video, please do like, share and subscribe. Please refer it to some friends of yours or somebody who is in need. അതുപോലെ തന്നെ ഈ നോട്ട്സ് ഒക്കെ വേണമെങ്കിൽ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, ജോയിൻ ചെയ്യുക. യു വിൽ ഗെറ്റ് ഓൾ ദി കൺസൈസ്, ഇതിലും ഇത്രയും കാര്യങ്ങൾ തന്നെ, പക്ഷേ ഇന്നും കൺസൈസ് ആയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഐ വിൽ ഷെയർ ദാറ്റ് വിത്ത് യു. I am glad to help you out, and anything, anytime, I am here for you as a counselor. So thank you very much.